ഉൾപ്പെടെ എൻ്റെ ഒരു ചിന്താഗതിയാണ് പറയുന്നത്. ആദ്യം തന്നെ ഇലക്ട്രിക്കൽ വാഹനം എടുക്കുമ്പോൾ എത്ര കിലോമീറ്റർ ഓടും? അതായത് ഇപ്പം നമ്മുടെ ഇരിക്കുന്നത് 463 സർട്ടിഫൈഡ് പറയുന്നത്. പക്ഷേ റിയൽ വേൾഡ് ടൈമിലോട്ട് വരുമ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് ചെയ്താൽ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഉണ്ടോ? ബാറ്ററിക്ക് അവർ ശരിക്കും നമ്മൾ കണ്ടിന്യൂസിൽ എപ്പോഴും ചാർജ് ചെയ്യണമെങ്കിൽ പ്രശ്നം വരും. ഇപ്പം എനിക്കറിയാം എൻ്റെ വാഹനത്തിന് 8 വർഷം ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട്. കറക്റ്റ് 1,60,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. ഞാൻ കണ്ടിന്യൂസ് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് ഈ വാഹനത്തിൻ്റെ സെല്ലിൻ്റെ കംപ്ലയിൻറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ കസ്റ്റമറായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടാക്കി ഈ സെല്ലിന് ഒരു പ്രശ്നം വരുത്തി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുമോ? ഒരു ചെറിയ ബഗ്സ് ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ ചെറിയൊരു ബഗ്ഗാന്ന് തോന്നുന്നു. ഇതുപോലെ ഇത് അപ്ഡേഷൻ ചെയ്യാൻ സമയമായിട്ടുണ്ട്. കാരണം അപ്പോൾ നമുക്കെല്ലാം അറിയാം ഇതിനൊരു 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട്. പക്ഷേ ഈ കിട്ടുന്ന വാറണ്ടി ശരിക്കും ബാറ്ററിക്കും മോട്ടറിനും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ പാർട്സുകൾക്കും വാറണ്ടി കവർ ആകുമോ? ഇല്ല. ഇലക്ട്രിക് വെഹിക്കിളിന് പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് കമ്പനി പറയുന്ന റേഞ്ച് കിട്ടാറില്ല എന്നുള്ളത്. ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിച്ചു പറയും എൻ്റെ ഫ്രണ്ട് ഒരു വണ്ടി എടുത്തു, അദ്ദേഹത്തിന് റേഞ്ച് ഒട്ടും കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന റേഞ്ച് കിട്ടും. വന്നപ്പോൾ തൊട്ടൊരു സംശയം, അതായത് ഈ ഒരു വാഹനം എടുത്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഓട്ടോ ഇല്ലാത്തൊരു വ്യക്തി എടുത്തെന്ന് വെക്കുക. അതായത് ഒരാൾ ഇത് മേടിച്ചു ഗൾഫിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു വർഷത്തോളം ഈ വാഹനം ഇവിടെ വെറുതെ കിടക്കും, ചാർജ് ചെയ്യാനൊന്നും ആളില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ ടാറ്റയുടെ നെക്സോൺ .EV ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് EVയുടെ റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അല്ല, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് നമ്മളിന്നിപ്പോൾ കൂടുതൽ നോക്കാൻ വേണ്ടി പോകുന്നത്. കാരണം വാഹനം പൊതുവെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ടെക്നിക്കൽ സൈഡ് നമുക്ക് കുറച്ചൊന്ന് നോക്കാം. ഇന്നിപ്പം എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ അനീഷാണ്. നമ്മുടെ അനീഷ് ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് അനീഷ് ഇവിടെ? ഞാനിവിടെ 3 കൊല്ലമായിട്ട്. ഏതായാലും അനീഷ് ഇവിടെ ടാറ്റ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് നോക്കി പോയേക്കാം. ഏതായാലും ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഫ്രണ്ടിൽ നല്ലൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പഴയ നെക്സോൺ EV വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ, സൈഡിലൊക്കെ ആണെങ്കിൽ തന്നെ എയർ ഡാംസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഫോഗ് ലാമ്പും ക്യൂബ്സും കാര്യങ്ങളൊക്കെ, അതായത് ഫോഗ് ലാമ്പ് ക്യൂബ് ഷേപ്പാണ് വരുന്നത്, LED ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു റണ്ണിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഒരു ഡേ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതൊക്കെയാണ് മെയിനായിട്ടൊരു മാറ്റം പറയുന്നത്. സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നുന്നില്ല, പഴയ നെക്സോൺ EV തന്നെയാണ്. എന്നാൽ ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു വ്യത്യാസം തോന്നും. അതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, കണക്റ്റഡ് ലൈറ്റ്സും ഒരു എക്സ് ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് പറയാനുള്ള. ബാക്കി ഈ സൈഡെല്ലാം സെയിം ആണ്. ഇനി ബാക്കി നമുക്ക് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് സംസാരിക്കാം. കാരണം ഈ വാഹനത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ബാറ്ററിയുടെ സൈഡാണ്. കാരണം നമുക്കറിയാം ഇതൊരു ഇലക്ട്രിക്കൽ വെഹിക്കിളാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി, അതിൻ്റെ മോട്ടർ. കാരണം ഇതിന് എഞ്ചിൻ എന്ന് പറയുന്നൊരു സംഗതി വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിക്ക് വാറണ്ടി എത്ര നാളാണ് കിട്ടുന്നത്? അതായത് വാറണ്ടിയുടെ കേസ് നമുക്ക് മെയിനാണ്. കാരണം ഇത്രയും വില കൊടുത്ത് ഈ വാഹനത്തിന് എന്നാ വില വരുന്നുണ്ട് ഏകദേശം ഓൺ റോഡ്? നമുക്കിത് 21,80 വരും. ഓക്കെ, 21 ലക്ഷം രൂപ നമ്മൾ മുടക്കി. 21,80 എന്ന് പറയുമ്പോൾ 22 ലക്ഷം രൂപ മുടക്കി നമ്മൾ ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം വാറണ്ടി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷമാണ് ഇതിന് വാറണ്ടി കിട്ടുന്നത്? അതിന് ബാറ്ററിക്കും മോട്ടറിനും? നമുക്ക് ബാറ്ററിക്കും മോട്ടറിനും കമ്പനി തരുന്നത് 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. 8 കൊല്ലം നല്ലൊരു പീരീഡാണ്. 1,60,000. ഓട്ടോ ഉള്ള ആൾക്കാർക്ക് ഏകദേശം 1,60,000 മുമ്പ് അങ്ങോട്ട് വിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതെ, ഇതിലേതാണോ വരുന്നത് ആദ്യം വരുന്നത് അതായിരിക്കും വരിക നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ഒരു ബാറ്ററിക്കൊക്കെ എന്നാ റേറ്റ് വരുമെന്ന് വല്ല ഐഡിയ ഉണ്ട്? ഏകദേശം നിലവിൽ അവർ എങ്ങും തന്നെ പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഇതിന്റെ സെല്ല് മാറാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു IP67 ഗ്രേഡിലുള്ള ബോക്സിനകത്താണ്. വാട്ടർ പ്രൂഫാണ്. അത് ശരിക്കും ടാറ്റ മോട്ടോഴ്സ് അല്ല എല്ലാ മാനുഫാക്ചേഴ്സും പറയാറുള്ളത് അതിൻ്റെ തന്നെയുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് വേണം ചെയ്യാനുണ്ട്. നമ്മൾ പബ്ലിക്കായിട്ട് വന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പോസിബിൾ അല്ല. കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ള ബാറ്ററീസ്, ലിഥിയം ബാറ്ററി ആയിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതൽ. അപ്പോൾ അത് ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ നമുക്ക് കേരളത്തിലെങ്ങും അവൈലബിൾ അല്ല. എല്ലാ മാനുഫാക്ചേഴ്സിനും അവരുടെ പ്ലാന്റിലാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ ബാറ്ററി അഴിച്ചു പടിയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് വെച്ച് വേണം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ റീപ്ലേസ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ കൊണ്ടുപോയി ഇത് റീപ്ലേസ്മെന്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സമയം എടുക്കും. നമ്മൾ ബാറ്ററി മിക്കവാറും നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ പലപ്പോഴും പലയിടത്തും ഇത് ബാക്കപ്പ് ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് ടാറ്റാ മോട്ടോഴ്സിൽ അയച്ചിട്ട് തിരിച്ചു വരേണ്ട താമസമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ ചാർജിങ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് മെയിനായിട്ട് ഒരു ഇലക്ട്രിക്കൽ വാഹനം എടുക്കുന്ന ഒരാളുടെ മെയിൻ പ്രശ്നം, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എൻ്റെ ഒരു ചിന്താഗതിയാണ് പറയുന്നത്, ആദ്യം തന്നെ ഇലക്ട്രിക്കൽ വാഹനം എടുക്കുമ്പോൾ എത്ര കിലോമീറ്റർ ഓടും? അതായത് ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഇതൊരു 40 ആണോ 30? ഇത് 40 കിലോ വാട്ടിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ 40 കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം റേഞ്ച് എത്രയാകും? ഇത് 463 സർട്ടിഫൈഡ് പറയുന്നത്. പക്ഷേ റിയൽ വേൾഡ് ടൈമിലോട്ട് വരുമ്പോൾ, അതായത് നമ്മൾ ഓടിക്കുന്ന ടെറൈനും റോഡ് കണ്ടീഷനും നമ്മൾ ഓടിക്കുന്ന ആളുടെ പാറ്റേണും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു 330 മുതൽ 390 വരെ നമുക്ക് നോർമൽ റോഡിൽ കിട്ടാറുണ്ട്. അതിനകത്ത് 90 വരെ നമുക്ക് നോർമൽ. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 460 പറഞ്ഞാലും 460 പറയുമ്പോൾ അവരുടെ രീതിക്ക് അവർ ഓടിച്ചിട്ട്, ഇപ്പം നമ്മളെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 പേര് ഫുൾ ടൈം AC പല റോഡ് കണ്ടീഷൻസിൽ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റേതായ മാറ്റങ്ങൾ. ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കാറുള്ളത് ഒരു സൈക്കിളിൽ വെച്ചിട്ടാണ്, അതായത് ഒരു അതിനു വേണ്ടി തന്നെയുള്ള ഫെസിലിറ്റീസിൽ വെച്ചിട്ടാണ്. അത് റൺ ചെയ്യുകയല്ല, വണ്ടി ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് അവിടെ ഇട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല ആക്ച്വൽ വേൾഡിലോട്ട് വരുമ്പോൾ കണ്ടീഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. വരാം, വെറുതെ ഐഡിയലി വരാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഇക്കണോമി, സിറ്റി, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഈ 3 മോഡുകൾ ഇടുമ്പോഴും അതിനനുസരിച്ച് റേഞ്ച് മാറ്റം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നെന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്പോർട്സ് മോഡാണ്. കാരണം സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം ഇക്കോ ഇട്ട് ഓടിച്ചപ്പോഴേക്ക് ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ, അതായത് ഞാൻ ഈ വാഹനത്തിൽ കയറിയ സമയത്ത് ഈക്കോയാണ് കിടന്നത്. ഈക്കോ മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് തല്ലിപ്പൊളിയാണ്, ഒരു രക്ഷയില്ല, 5 പൈസയ്ക്ക് കൊള്ളത്തില്ല, ടാറ്റ EV എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഓടിച്ചത്. പക്ഷേ സ്പോർട്സ് മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ കളം അങ്ങ് മാറിപ്പോയി. കാരണം കാല് കൊടുത്ത സമയത്ത് വാഹനം കയറുന്നതിൻ്റെ ആ ഒരു പവർ എനിക്കിപ്പോഴും പറയാൻ അറിയത്തില്ല. അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു എൻജിൻ യൂസ് ചെയ്ത് ആ എൻജിൻ ഒന്ന് റവ് ചെയ്ത് വരുന്ന ആ ഒരു ടൈം പോലും എടുക്കുന്നില്ല ഒരു മോട്ടർ അത്രയും സ്പീഡിൽ കറങ്ങാൻ വേണ്ടി. അതൊരു ഭയങ്കര സംഭവം. ഇപ്പോൾ സാധാരണ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്ന പോലെ അല്ല ഇതിൻ്റെ. ഇത് വളരെ സൈലൻ്റ് ആണ്. പിന്നെ സൗണ്ടോ വേറെ ഒന്നുമില്ല. റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ വണ്ടി വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആക്സിലറേഷൻ ത്രോട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇതിന്റെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ റോളിംഗ്, ഈ ടയറിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെ ടയറിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. റോളിംഗ് റെസിസ്റ്റൻസ് ഒക്കെ ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയർസ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ടയറിന്റെ തേയ്മാനം വളരെ കുറവായിരിക്കും. പിന്നെ EV വെഹിക്കിളിന് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടയർ ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും, മൈലേജ് കൂടുതൽ കിട്ടാനായിട്ട് അത് ഉപകരിക്കുന്നുണ്ട്. അതായത് നമുക്ക് റേഞ്ച് കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. റേഞ്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റേഞ്ചാണ് ഒരുപാട് ആവശ്യമായിട്ട് വരുന്നത്. കാരണം എത്ര, അതായത് ഒരു 10 കിലോമീറ്റർ കൂടെ കൂടുതൽ ഓടാൻ പറ്റുമെങ്കിൽ അത്രയും കൂടെ നമുക്ക് നല്ലതാണെന്നുള്ള രീതിയിലേ പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈ ചാർജിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കൂടെ, ഞാൻ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ചാർജിങ്ങിൻ്റെ കേസും കൂടെ പറഞ്ഞേക്ക്. ഇതിന് 2 ചാർജിങ് വരുന്നുണ്ട്, AC-യും DC ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ മേളിലും താഴെ 2 പോർട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ മേളത്തത് AC ആണ് വരുന്നത്. അത് AC ചാർജറിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് AC ചാർജർ നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. അതായത് 3.3 കിലോ വാട്ടിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്. അത് സാധാരണ ഒരു അഡാപ്റ്റർ ടൈപ്പാണ്. നമുക്കത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാവുന്ന രീതി വരുന്നതാണ്. അത് 16 ആംപിയറിന്റെ പവർ പ്ലഗിൽ കുത്തിയിട്ട് നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇത് DC ആണ്. ഈ AC-യിൽ തന്നെ വേറൊരു ചാർജർ ഉണ്ട്, 7.2 കിലോ വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതാണെങ്കിൽ നമുക്ക് 3 ഫേസ് കറണ്ട് ഉള്ള സ്ഥലങ്ങളിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഫിക്സഡ് ആയിരിക്കും. അത് ചാർജിങ്ങിന് സ്പീഡ് കൂടുതലായിരിക്കും. അതായത് നോർമലി ഈ 3.3 കിലോ വാട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ കമ്പനി പറയുന്നത് 15 മണിക്കൂറാണ്, 15 hours. അതായത് ഏകദേശം നമ്മൾ ഈ ഒരു ചാർജിങ്ങിൽ കണക്ട് ചെയ്യും, മേലത്തെ ചാർജിങ്ങിൽ നമ്മൾ കണക്ട് ചെയ്തിടുകയാണെങ്കിൽ ഏകദേശം 15 hours. അത് 15 മുതൽ 16 മണിക്കൂറാണ് എടുക്കാറുള്ളത്. ഈ 15 മുതൽ 16 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കറണ്ടിന്റെ വോൾട്ടേജും പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന്റെ വ്യത്യാസങ്ങളും വരും. ക്ലൈമറ്റിന്റെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ബാറ്ററി ഒന്ന് കൂൾ ആകാനായിട്ട് വെയിറ്റ് ചെയ്യും. ആ സമയത്തിൻ്റെ ചിലപ്പോൾ വണ്ടി അന്നേരം ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ബാറ്ററി ഒന്ന് കൂളായിട്ടായിരിക്കും വീണ്ടും ഇത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് അവരെപ്പോഴും 14 മുതൽ 16 മണിക്കൂർ എന്നുള്ള ഒരു ടൈം പീരീഡ് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ 7.2 കിലോ വാട്ടിനകത്താണെങ്കിൽ നമുക്ക് 6 മുതൽ 8 മണിക്കൂറാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക്. ഈ ഫാസ്റ്റ് ചാർജിങ് 7.2 കിലോ വാട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ. അപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ വാഹനത്തിന് കുഴപ്പമില്ല, ഈ ബാറ്ററിക്ക് എന്തെങ്കിലും ഇല്ല, പ്രശ്നമില്ല. AC-യിൽ നമ്മൾ എങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും വെഹിക്കിളിന് കംപ്ലൈൻറ്റ് വരത്തില്ല. പക്ഷേ DC വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ഈ ഹൈ വോൾട്ടേജ് ചെയ്യുമ്പോൾ
ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇത് ബാറ്ററി ബൂസ്റ്റപ്പ് ചെയ്യുകയാണ്. അതായത് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്തൊരു 600 സെൽസ് ഉണ്ടെങ്കിൽ 600 സെൽസ് ഒറ്റ ടൈമിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒന്നിച്ച് ചാർജ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. പിന്നെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് മാനുഫാക്ചേഴ്സ് വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് 3 ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഒരു സ്ലോ ചാർജർ ആയിരിക്കണം. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സംശയമാണ്. ഈ ഫാസ്റ്റ് ചാർജിങ് ചെയ്താൽ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ? ബാറ്ററിക്ക് അവർ ശരിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി എപ്പോഴും ചാർജ് ചെയ്യണമെങ്കിൽ പ്രശ്നം വരും. ബാറ്ററി ഒരു ഉടായ്പ സംശയം. അതായത് ഇപ്പം എനിക്കറിയാം എൻ്റെ വാഹനത്തിന് 8 വർഷം ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട്. കറക്റ്റ് 1,60,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. ഞാൻ കണ്ടിന്യൂസ് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് ഈ വാഹനത്തിൻ്റെ സെല്ലിൻ്റെ കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ കസ്റ്റമറായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാക്കി ഈ സെല്ലിന് ഒരു പ്രശ്നം വരുത്തി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുമോ? ശരിക്കും ഈ വെഹിക്കിളിൻ്റെ എല്ലാം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതായത് ECM കൺട്രോൾ മോഡ്യൂൾ വെച്ചിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് അറിയാൻ പറ്റും. കാരണം ചില പലരും പറയും ഞാൻ ചാർജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്യാണ്. ഇതെല്ലാം ഇത് സിസ്റ്റം ലാപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അതിനകത്ത് തെളിയും. പിന്നെ ആ ഒരു പണിക്ക് ഇനി ആരും പോകണ്ട, ഏതായാലും ഫാസ്റ്റ് ചാർജിങ്. പക്ഷേ ഇത് ഇപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ആരോടും പറഞ്ഞിട്ടില്ല. ടാറ്റ മോട്ടോഴ്സ് എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെയാണ് മാറിക്കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പുതിയ വാഹനം ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലെയുള്ളതല്ല, റിയൽ വേൾഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പല ടെറൈനിൽ കൂടെ ഓടും, പല കണ്ടീഷൻസിൽ ഓടിക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ പലയിടത്തും കൊണ്ട് കയറ്റും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് പല കണ്ടീഷനിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അപ്പം കംപ്ലയിൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ പല ടൈപ്പ് കംപ്ലയിൻസ് ആയിരിക്കും വരുന്നത്. പലതും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്ന കംപ്ലയിൻസുകൾ വരാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പം നെക്സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇതൊരു 3rd ജനറേഷൻ നെക്സോൺ ആണ്. അത് 3.0 എന്നാണ് പറയുന്നത്. 3.0 ഫസ്റ്റ് ഇറങ്ങിയത് 30 കിലോവാട്ടിലായിരുന്നു. 30 കിലോ. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് 200 സംതിങ് ആണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ല, അതിന് 310 ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ അതിനകത്ത് തന്നെ ചെറിയൊരു അപ്ഡേഷൻസ് ചെയ്തായിരുന്നു. അതിനുശേഷം അത് പ്രൈം എന്ന് പറഞ്ഞിട്ട് റീബാഡ്ജ് ചെയ്തിട്ട് വന്നായിരുന്നു. ആ പ്രൈം ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ 30 യൂണിറ്റ് എന്നുള്ളത് 40 യൂണിറ്റിൽ EV മാക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മോഡൽ ഇറക്കിയായിരുന്നു. EV മാക്സിൻ്റെ പ്രൈമുമായിട്ട് വ്യത്യാസം വെച്ചാൽ അതിന് റേഞ്ചും കൂടുതലായിരുന്നു, പവർ കൂടുതലായിരുന്നു, ടോർക്കും കൂടുതലായിരുന്നു. പിന്നെ കുറച്ചധികം ഫീച്ചേഴ്സും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് EV മാക്സ് ഇറക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ആയിട്ട് 3.0 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയൻ്റ് ഇറക്കിയത്. അതപ്പോൾ 2 വേരിയൻ്റ് വരുന്നുള്ളൂ. അതായത് 30 കിലോവാട്ടിൻ്റെ ബാറ്ററിയും പിന്നെ 40 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഏകദേശം 5 വേരിയൻറ്റുകൾ അഡീഷണൽ വരുന്നുണ്ടാവും. ഇത് ലോങ് റേഞ്ച്, മിഡ് റേഞ്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലോങ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 461 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. മിഡ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിലോമീറ്റർ? 325 കിലോമീറ്റർ ആയിരിക്കും സർട്ടിഫൈഡ്. വേരിയൻസ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഈ ലോങ് റേഞ്ച് വേരിയൻ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ലോങ് റേഞ്ച് വേരിയൻറ്റിനകത്ത് നമുക്ക് ഏതൊക്കെ മോഡൽസ്, അതായത് ഈ ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ വേരിയൻറ്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ? ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഫിയർലെസ് എന്ന് പറഞ്ഞ മോഡലാണ് ലോങ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഫിയർലെസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ സൺറൂഫ് ഉള്ള വേരിയന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ടോപ്പ് ആയതുകൊണ്ട് സൺറൂഫ് ഉണ്ട്. പിന്നെ എംപവേർഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട്. എംപവേർഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ലോങ് റേഞ്ച് വെഹിക്കിളിൽ വരുന്നത്. മീഡിയം റേഞ്ച് ആണെങ്കിൽ അതിനകത്ത് ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിനകത്തുണ്ട്. പിന്നെ ഫിയർലെസ് ഉണ്ട്. പിന്നെ ഫിയർലെസ് പ്ലസ് എന്ന് പറഞ്ഞ മോഡലിനകത്ത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ എംപവേർഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു വേരിയന്റ്, അതായത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന മോഡൽ, ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്, എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ, അതായത് ടോപ്പ് വേരിയന്റ് തന്നെയാണ് ലോങ് റേഞ്ചിലെ ബേസ് മോഡലിനകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇല്ലാതെ വരുന്നത്? അതായത് ലോങ് റേഞ്ചിൻ്റെ ഇല്ലാത്തതെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഇത് എംപവേർഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. എംപവേർഡും എംപവേർഡ് പ്ലസും ഉണ്ട്. അപ്പോൾ നമുക്ക് എംപവേർഡ് വേരിയൻ്റ് എടുക്കുവാണെങ്കിൽ മെയിനായിട്ടും വരുന്നത് ബാക്കിൽ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ടാവും. പിന്നെ ഈ 7.2 കിലോവാട്ട് ചാർജർ ഈ വെഹിക്കിളിലൂടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ചാർജേഴ്സ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അവൈലബിൾ, അതൊരു നല്ലൊരു പോയിന്റ് ആണ്. ഇത് നോർമൽ ചാർജറാണ്. അല്ലാതെ ഇതിന്റെ കൂട്ടത്തിൽ വേറെ ചാർജർ അവൈലബിൾ ആണ്. ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. സബ്വൂഫർ ഏതായാലും സബ് വരുന്നുണ്ട്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. എംപവേർഡ് പ്ലസിന് ശരിക്കും എംപവേർഡ് പ്ലസിനായിരുന്നു തോന്നുന്നു ഈ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ വരുന്നത്.
ഈ വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് മാത്രം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സൈഡിൽ കൊണ്ടുവച്ചത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലേ. ഇത് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ പ്രസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന രീതിക്ക് ഒന്നും തന്നെ ഇല്ല. പിന്നെ എൻ്റെ ഒരു സംശയം, ഈ ഒരു ഫുള്ള് ടച്ച് പാനലാണ് നമുക്ക് ഈ വരുന്നത്. ഈ ടച്ച് പാനൽ ആരെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ ടച്ച് പാനലിൽ ബുദ്ധിമുട്ടുണ്ടെന്നോ ആരെങ്കിലും അങ്ങനെ വല്ലതും പറയാം? അങ്ങനെ നിലവിൽ പറഞ്ഞിട്ടില്ല. ഇത് പല മാനുഫാക്ചേഴ്സും നേരത്തെ ഇതേ ടൈപ്പിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ ഹോണ്ട സിറ്റിക്കൊക്കെ ടച്ച് പാനൽ വന്നുകൊണ്ടിരുന്ന. ഏതായാലും എനിക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും നമ്മുടെ ഒരു ഇൻഫർടൈൻമെൻറ്റ് എന്നാ പറയുന്നത് ഒരു ക്ലസ്റ്റർ ആണെങ്കിൽ പോലും ക്ലസ്റ്ററിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടാബ് എടുത്ത് വെച്ചൊരു ഫീലാണ് ശരിക്കും നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പറയാനാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ക്ലസ്റ്റർ മീറ്റർ ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടച്ച് പാനലാണെങ്കിൽ പോലും സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നോബ്സ് നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. ടെമ്പറേച്ചറിൻ്റെ എത്ര വേണമെന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് പോലും നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് അറിയുന്ന ഈ ഒരു മീറ്ററിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഏതായാലും നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണാൻ സാധിക്കില്ല. ഈ ഡിസ്പ്ലേയിൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കത്തുള്ളൂ. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലൊന്ന് കയറിയിരിക്കാം. ഏതായാലും ഫ്രണ്ടിലത്തെ പോർഷനിൽ ഇരിപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയിട്ട്. പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഈ ഒരു സൈഡ് നമ്മൾ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരെ വന്ന് നമ്മുടെ കാലല്ല തട്ടുന്നത്. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത്രയും കാലം മാറ്റി വെച്ച് ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ എനിക്ക് ഗ്ലോ ബോക്സ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് 2 ഗ്ലാസ്സൊക്കെ വെച്ച് വെള്ളം അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു കോമഡി അത്രേ ഉള്ളൂ. ഏകദേശം ഫ്രണ്ടിലത്തെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെങ്കിൽ പോലും ഈ ഒരു ബാഡ്ജിങ്ങും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് ഒരു റിസംബൻസ് തോന്നുന്നത് നമ്മുടെ റേഞ്ച് റോവറിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ ഇതാണ് ഈ ഒരു മോഡലാണ് വന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിക്കുന്ന നോബ് ഇതൊക്കെ ഈ നോബ് നമ്മുടെ ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഈ നോബെല്ലാം മാറി നേരെ ഇപ്പോൾ ഒരു പാഡിൽ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പാർക്ക് ബ്രേക്കിൻ്റെ പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പാർക്ക് ബ്രേക്ക് ആയിട്ട് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പാർക്ക് മോഡ് അല്ലേ? അതെ അതെ. ഈ പാർക്ക് മോഡ് ഇടുന്ന സമയത്ത് പാർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സെയിം തന്നെയല്ല? രണ്ടും ഓട്ടോമാറ്റിക് തന്നെ വരും. അതൊരേ ഫംഗ്ഷൻ പോലെ തന്നെയാണ്. പിന്നെ ഓട്ടോ ഹോൾഡ് എന്ന് ഉദ്ദേശിച്ച് സീറ്റ് ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രൈവിലോട്ട് ഇട്ടു. ഓക്കെ, ഡ്രൈവ് മോഡോ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് വരത്തില്ല. സീറ്റ് ബെൽറ്റ് ഇടണം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. സീറ്റ് ബെൽറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ, അതായത് സീറ്റ് ബെൽറ്റ് ഈ പാർക്ക് മോഡ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല, ഇടേണ്ട ആവശ്യം. മോഡ് ഇട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്ക് അതായത് പാർക്ക് മോഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാൻഡ് ബ്രേക്ക് മോഡ് ഓഫ് ആവുകയാണ്. ആ സമയത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ കൂടെ ഓൺ ആയിരിക്കണം. ഓട്ടോ ഹോൾഡ് ഇടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രേക്ക് ഓടി ഇപ്പോൾ ഡ്രൈവിൽ കൊണ്ട് നമ്മൾ ബ്രേക്ക് ഓടി നിർത്തി ഇപ്പോൾ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകത്തില്ല. ഇത് ശരിക്കും ബ്രേക്ക് തന്നെ പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രമാണ് ബ്രേക്ക് റിലീസ് ആകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടുക. ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും കയറ്റമുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് വണ്ടി ബ്രേക്ക് ഓടി നിർത്തി കഴിഞ്ഞാൽ പുറകിലോട്ട് ഉരുളുകയോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ഇത് പവർ കൂടി എഞ്ചിനായതുകൊണ്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവും, ഫ്രണ്ടിലോട്ട് തന്നെ മൂവ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ കയറ്റമൊക്കെ നല്ല ബ്ലോക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് പിടിച്ച് പോവുകയാണെങ്കിൽ ആക്സിലേറ്റർ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി തന്നെ കയറി പോകും. പക്ഷേ ഓട്ടോ ഹോൾഡ് ഓൺ ആണെങ്കിൽ നമുക്ക് കാല് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോ ഹോൾഡ് ഓൺ ആവും. ഇനി ഓട്ടോ ഹോൾഡ് ഓഫ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഓട്ടോ ഹോൾഡ് ഓഫ് ചെയ്തു. ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ മൂവ് ആവും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു കയറ്റമൊക്കെ കയറാനുള്ള ഒരു ഇറക്കത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാക്കിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഓട്ടോ ഹോൾഡ് ഇടുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഇത് ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ചിന് പുറകോട്ട് ഉരുളാനുള്ള സാധ്യത കുറവാണ്. ഒരു 360യുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും 4 ചുറ്റുമുള്ള ക്യാമറാസും അത് നമുക്ക് ഓരോ ക്യാമറയും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് പാർക്ക് ചെയ്യുന്നത് വേണമെങ്കിൽ ഈ സൈഡിലത്തെ ക്യാമറ വേണമെങ്കിൽ ഓൺ ആക്കാം. അപ്പോൾ ഇത് ആ ഒരു വശമാണ് കാണിക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് കാണാം. പിന്നെ റിയർ ആണെങ്കിൽ റിയർ കാണാം. റിയർ എടുക്കുമ്പോൾ അത് ഇവിടെയും വിസിബിൾ ആണ്. ഈ ഒബ്ജക്റ്റ് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ 3D വ്യൂ ഉണ്ട്. 3D വ്യൂ എടുക്കുകയാണെങ്കിൽ ഏകദേശം സോഫ്റ്റ്വെയർ ചെറിയ ബഗ്സ് ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ ചെറിയൊരു ബഗ്ഗാന്ന് തോന്നുന്നു ഇതുപോലെ. അതെ, ഇത് അപ്ഡേഷൻ ചെയ്യാൻ സമയമായിട്ടുണ്ട്. കാരണം അവർ നമ്മളെ വിളിച്ച് പറയും ഇന്ന സമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യണമെന്ന് പറയും. ഈ ടാറ്റയ്ക്ക് ഒത്തിരി സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മിക്കപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ഇവർ ചെയ്യാറുണ്ട്. കാരണം ഇതിപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം. ഇതിനകത്ത് ശരിക്കും ബഗ്സുകൾ ഉണ്ട്, സത്യം പറഞ്ഞാൽ ഉണ്ട്.
അതവർ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇവർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുന്നത്. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാൻ സമയമുണ്ട്, കാരണം ഇത് ഫസ്റ്റ് സർവീസിനുള്ള സമയമായിട്ടുണ്ട്, ഏകദേശം 10,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. സർവീസ് പീരീഡ് പറയുന്നത് ശരിക്കും നമുക്ക് ടാറ്റയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് 2ാമത്തെ മാസത്തിന് മുന്നോട്ടോ അല്ലെങ്കിൽ 2000 കിലോമീറ്റർ മുന്നോട്ടോ ഇതിലേതാണ് ആദ്യം വരുന്നത് അത് ചെയ്യണം. പിന്നെ സെക്കൻഡ് സർവീസ് വരുന്നത് 7500 കിലോമീറ്റർ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് 6 മാസം. പിന്നത്തെ വരുന്നത് 15000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ. അപ്പോൾ അന്നേരം നമുക്ക് ഈ ഇലക്ട്രിക്കൽ വാഹനത്തിന് എന്തെങ്കിലും ഓയിൽ ചേഞ്ചോ അങ്ങനെ വല്ലതും വരുന്നുണ്ടോ? ശരിക്കും കൺസ്യൂമബിൾ പാർട്സ് കുറവാണ്. ഇതിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഇതിന് ശരിക്കും മോട്ടർ അല്ലെങ്കിൽ ബാറ്ററി ഈ 2 പാർട്സാണ് കൂടുതലും വരുന്നത്. പിന്നെ ഇതിനകത്ത് ഓയിൽ ഐറ്റംസ് എന്ന് പറയാനുണ്ട്. ഇപ്പോൾ ഇതിന് കൂളൻ്റ് വരുന്നുണ്ട്, ലിക്വിഡ് കൂളൻ്റ് വരുന്നുണ്ട്, ട്രാൻസ്മിഷൻ കൊണ്ടിട്ട് ഒരു ട്രാൻസാക്ഷൻ ഓയിൽ വരുന്നുണ്ട്, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അത് സാധാ വെഹിക്കിളിനകത്തും വരുന്നതാണ്, പക്ഷെ അതിനേക്കാളും ഇതിന് കോസ്റ്റ് കുറവായിരിക്കും. ലൈഫ് കൂടുതലുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് പലപ്പോഴും ഫ്രീ സർവീസാണ് ഇപ്പോൾ സെക്കൻഡ് സർവീസ് എന്ന് പറയുന്നത് 7500 എന്ന്. പക്ഷേ അതിനകത്ത് ഒരു പേയ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഫസ്റ്റ് ടൈമിൽ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ടൈമിൽ 7000 കിലോമീറ്ററിൽ മാറണം. അത് ശരിക്കും കസ്റ്റമേഴ്സിനോട് ശരിക്കും എല്ലാ ഡീലർഷിപ്പിലും എക്സിക്യൂട്ടീവ്സിന് അറിയത്തില്ലാത്തൊരു കാര്യമാണ്. സർവീസിന് വരുമ്പോൾ ആ ഒരു കോസ്റ്റ് മേടിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. അത് പലരും നമ്മളെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യും, നിങ്ങൾ അന്നേരം പറഞ്ഞില്ല എന്ന് പറയും. ശരിക്കും അത് വണ്ടി എടുത്തിട്ട് ഒരു 7000 കിലോമീറ്ററിൽ നമ്മളത് മാറേണ്ടതാണ്. പിന്നെ അത് 40000 കിലോമീറ്റർ മാറിയാൽ മതി. അല്ലെങ്കിൽ 2 വർഷം 24 മാസം. അതിന് ശരിക്കും 24 മാസം അല്ലെങ്കിൽ 40000 കിലോമീറ്റർ വാറണ്ടി അതിനുണ്ട്. അപ്പോൾ ആ സമയത്ത് മാറിയാൽ മതി. പിന്നെ വരുന്നത് കൂളൻ്റ് ആണ്. കൂളൻറ്റിന് ഏകദേശം 3 വർഷം വാറണ്ടി ഉണ്ട്. വാറണ്ടി അല്ല, ശരിക്കും റീപ്ലേസ്മെന്റ് കിലോമീറ്റർ വരുന്നത് എല്ലാം 60000 കിലോമീറ്ററില്ല. അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് 36 മാസം, അതായത് 3 ഇയേഴ്സ് ആകുമ്പോഴാണ് കൂളൻ്റ് മാറേണ്ടത്. പിന്നെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടൊരു ഓയിൽ വരുന്നുണ്ട്. അത് നമ്മൾ മാറേണ്ടത് വണ്ടി എടുത്തിട്ട് 7500 കിലോമീറ്റർ അല്ലെങ്കിൽ 6ാമത്തെ മാസം, അതായത് സെക്കൻഡ് സർവീസിൽ അത് വരുന്നതാണ്. ഈ സെക്കൻഡ് സർവീസ് നോർമലി നമ്മൾ കണക്കാക്കുന്നത് ഫ്രീ സർവീസ് എന്ന രീതിയിലാണ്. ശരിക്കും ഫ്രീ ആണെങ്കിൽ പോലും ഈ കൺസ്യൂമബിൾസ് നമുക്ക് അതിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ടൈം നമ്മൾ 7500 മാറണം. പിന്നീട് നമുക്കത് മാറേണ്ടത് എല്ലാ 30,000 മാറിയാൽ മതി. അപ്പോൾ അത് ശരിക്കും ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നുണ്ട്. അത് ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നത് നമുക്ക് ഈ 4500 കിലോമീറ്ററിലാണ് അല്ലെങ്കിൽ 2 ഇയേഴ്സിനാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ നമുക്ക് പേയ്മെൻറ്റ് വരുന്നുള്ളൂ. ശരിക്കും ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൺസ്യൂമർ പാർട്സ് ഇതിന് കുറവാണ്. പിന്നെ ഒരു ഡ്രോബാക്ക് എനിക്ക് നോക്കിയിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, USB-യുടെ എല്ലാം പോർട്ടുകൾ ഓപ്പൺ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് പാടുപെടുമായിരിക്കും. അത് അതിനകത്തേക്ക് വരുന്നത്. പക്ഷെ അങ്ങോട്ട് വേറെ ഒന്നും അത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ വയർലെസ് ചാർജർ ഫെസിലിറ്റി ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ എയർ ബാഗ് വരുന്ന സമയത്ത് സൈഡ് എയർ ബാഗ്സ് എനിക്കൊന്ന് പില്ലേഴ്സ് വരുന്നുണ്ട്, സീറ്റ് എയർ ബാഗ്സ് ഉണ്ട്, ഈ സൈഡും പിന്നെ ബാക്കും വരുന്നുണ്ട്. ശരിക്കും 6 പൊസിഷൻ എയർ ബാഗ് എന്നാണ് പറയുന്നത്. 6 എയർ ബാഗ്സ് എന്നല്ല, 6 പൊസിഷൻ ആണ്. അതായത് 6 പൊസിഷനിൽ നിന്നായിരിക്കും എയർ ബാഗുകൾ ഓപ്പൺ ആകുക, അതായത് ഓരോ ഇമ്പാക്റ്റിനനുസരിച്ച്. ഇപ്പോൾ ഫ്രണ്ട് ഇമ്പാക്റ്റ് ആണെങ്കിൽ ഫ്രണ്ട് 2, ഒന്ന് നമ്മുടെ സ്റ്റിയറിംഗ് വീലിന് വരുന്നുണ്ട്, പിന്നെ അപ്പുറത്ത് ഡാഷ്ബോർഡിന്റെ മുകളിലോട്ട് വരുന്നുണ്ട്. അതായിരിക്കും ഫ്രണ്ട് എയർ ബാഗ്സ് വരിക. സൈഡിൽ കട്ടൺ എയർ ബാഗ്സ് വരുന്നുണ്ട്. കട്ടൺ എയർ ബാഗ്സ് വരുമ്പോൾ A പില്ലറിൽ വരുന്നുണ്ട്, B പില്ലറിൽ വരുന്നുണ്ട്, C പില്ലറിലും വരുന്നുണ്ട്. അങ്ങനെ ഈ സൈഡിൽ തന്നെ ഇത് 3 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് സീറ്റ്, 2 സൈഡിലെ സീറ്റിലും എയർ ബാഗ്സുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത്, ഇതിനകത്തുള്ള എയർ ബാഗ് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോസ്റ്റ് സേവിങ് വേണമെങ്കിൽ പറയാം. അതായത് അത് ശരിക്കും നെഗറ്റീവ് അല്ല, ഒരു സേഫ്റ്റി സൈഡാണ്. കാരണം ഇപ്പം നമ്മൾ ഡ്രൈവർ മാത്രമായിരിക്കും വണ്ടി മിക്കവാറും യൂസ് ചെയ്യുക. അപ്പോൾ എയർ ബാഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് വെക്കാനായിട്ട് ഫുള്ള് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നല്ല കോസ്റ്റ്ലി ആണ്. പലപ്പോഴും നമ്മളത് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് മാറാറുണ്ട്. എങ്കിലും അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം ആ സൈഡിൽ ആളില്ല,
വെറുതെ ആ എയർ ബാഗ് ഓപ്പൺ ആയി പോകും. പക്ഷേ അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഇവർ കമ്പനി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പുതിയ എല്ലാ വെഹിക്കിളിലും ഇവർ ടാറ്റ മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. മറ്റ് മാനുഫാക്ചേഴ്സ് അത് ഇനി കോപ്പി ചെയ്യാനാണ് സാധ്യത. പക്ഷെ അത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എയർ ബാഗ് ഓഫ് ആണെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആ സൈഡിലത്തെ എയർ ബാഗ് ഇത് ഓഫ് ചെയ്തിട്ടിരിക്കുക. അല്ല, ഇതിനകത്ത് വാർണിംഗ് തരുന്നുണ്ട്. എയർ ബാഗ് ഓഫ് ആണെങ്കിൽ ഈ വെഹിക്കിളിനകത്ത് കാണിക്കും. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് പറയാം. കാരണം ഇത് ഏകദേശം ഒരു 12.1 ആണെന്ന് തോന്നുന്നു. അതെ അതെ, 12.1 ആണ് വരുന്നത്. ഏകദേശം ആംഗിൾ കൊണ്ട് ഇച്ചിരി സൈഡ് കൊണ്ട് ചെരിവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളെപ്പോഴും കുറ്റമാണ്. അതെ, ആംഗിൾ കൊണ്ട് ചെയ്യുന്ന വെച്ചാൽ ആ സൈഡിൽ ഇരിക്കുമ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാവും. പക്ഷെ ഡ്രൈവർ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഇത് വിസിബിൾ ആയിരിക്കും. ശരിക്കും ഡ്രൈവർ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അകത്തെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണെങ്കിലും ഇൻഫർടൈൻമെൻറ്റിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും നമ്മൾ കാണുന്ന രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഡ്രൈവർക്ക് ഇതിനകത്തു നിന്ന് തന്നെ എല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ശരിക്കും ഡ്രൈവർ ഇത് ആക്സസ് ചെയ്യില്ലെന്നാണ് പറയാറുള്ളത്. സേഫ്റ്റി സൈഡ് അതാണ്. എങ്കിലും ഡ്രൈവർക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. അതെ, ഇതിനകത്ത് നമുക്ക് ഈ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് വരും. പിന്നെ മാപ്പ് നമ്മൾ പ്ലേ ആണെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഉപയോഗിച്ച് നമുക്ക് മാപ്പ് റീഡ് ചെയ്യാൻ പറ്റും. ആ മാപ്പ് നമുക്ക് ഇതിലോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് അതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വോയിസ് കമാൻഡ് ഉണ്ട്. വോയിസ് കമാൻഡ് ത്രൂ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീരിയോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻഡ്രോയിഡോട്ട് ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും മീഡിയാസിനകത്ത് നമുക്ക് വരിക USB, ബ്ലൂടൂത്ത്, ഐപോഡ്, പിന്നെ ഈ പറഞ്ഞ ആപ്പിൾ ആൻഡ് ആൻഡ്രോയിഡ് കാർപ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എംബോർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിനകത്ത് നമുക്ക് യൂണിക്കായിട്ട് വരുന്നതാറുള്ളത് ഈ ഒരു മോഡലിനകത്ത് ആർക്കേഡ് EV എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. arcade.tv എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വെഹിക്കിള് നിർത്തിയിടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇപ്പോഴത്തുള്ള ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇതെല്ലാം വീഡിയോ സ്ട്രീമിങ്ങിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ, സോറി. അതായത് ഇങ്ങനത്തെ ഒരു ഫീച്ചർ വരുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും വാഹനം ഓടിച്ചോണ്ട് കാണത്തില്ല. അത് നമ്മുടെ ഇവിടുത്തെ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ അത് വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച ഓട്ടോമാറ്റിക്കലി അതിലോട്ട് പോകും. അപ്പോൾ അത് ആക്സിഡന്റ് ആകാനുള്ള സാധ്യത വളരെ. ശരിക്കും പറഞ്ഞത് എല്ലാം വാഹനം മാനുഫാക്ചേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് നമ്മളൊരു സ്റ്റീരിയോസ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ബെനിഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ സജഷൻ ഒരു കമൻറ്റ് ഇടുക. അതായത് ശരിക്കും വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനത്തിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു വീഡിയോ ഒക്കെ കാണാൻ അല്ലെങ്കിൽ പാട്ട് മാത്രം കേൾക്കുന്നതിന് പകരം ഒരു എൻ്റർടൈൻമെൻറ്റ് ആകത്തില്ലേ? ഇതെൻ്റെ ഒരു ചോദ്യമാണ്. അതെ, ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വണ്ടിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാൽ മാത്രമേ ഉള്ളൂ വീഡിയോ പ്ലേ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് സേഫ്റ്റി നോക്കിയിട്ടാണ് എല്ലാ മാനുഫാക്ചേഴ്സും അത് കൊടുക്കാറുള്ളത്. സേഫ്റ്റിയിൽ വരുമ്പോൾ പിന്നത്തെ ഒരു കാര്യം സൺറൂഫാണ്. സൺറൂഫ് ശരിക്കും എല്ലാ മാനുഫാക്ചേഴ്സും കൊടുക്കുന്നത് ഈ ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന എല്ലാ വെഹിക്കിളും ഏകദേശം ഈ ഒരു പൊസിഷനിലായിരിക്കും. ആൾക്കാർ നേരിട്ട് കയറി നിൽക്കാവുന്ന രീതിയിൽ അവർ ചെയ്യത്തില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ ഇതിൽ കയറി നിൽക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പല വാഹനങ്ങൾ കയറി നിന്ന് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന പനോരമിക് വരുമ്പോൾ കയറി നിൽക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ പനോരമിക് ആണെങ്കിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ വെഹിക്കിളിനെല്ലാം സേഫ്റ്റി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നിൽക്കാവുന്ന രീതിയിലല്ല വരുന്നത്. അത് സീറ്റിന്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും സൺറൂഫിന്റെ ഇത് ക്ലോസിങ് തന്നെ ഇത് വരുന്നത്. ബാക്കിലോട്ട് ഗ്ലാസ് ഉണ്ടാവും, പക്ഷെ നമുക്കത് ഓപ്പൺ അല്ല. അപ്പോൾ നമുക്ക് എല്ലാം അറിയാം ഇതിനൊരു 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട്. പക്ഷേ ഈ കിട്ടുന്ന വാറണ്ടി ശരിക്കും ബാറ്ററിക്കും മോട്ടറിനും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ പാർട്സുകൾക്കും വാറണ്ടി കവർ ആകുമോ? ഇല്ല, നമുക്ക് കുറേ പാർട്സുകൾ ഇതിനകത്ത് വാറണ്ടി കവറേജ് വരത്തില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ കൺസ്യൂമർ പാർട്സിനകത്ത് അല്ല, അതൊരിക്കലും നമുക്ക് കവർ ആവത്തില്ല. ഓയിലും കൂളന്റ് ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ കാശ് കൊടുത്തേ പറ്റത്തില്ല. നമുക്ക് 8 വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ ബാറ്ററിക്കും മോട്ടറിനുമാണ്. അല്ലെങ്കിൽ 1,60,60,000 കിലോമീറ്റർ. ഇത് രണ്ടും റീപ്ലേസ്മെന്റ് വാറണ്ടി ചെയ്യുന്നത്. റീപ്ലേസ്മെന്റ് അതായത് നമുക്ക് റിപ്പയർ എന്നൊരു ഓപ്ഷൻ ഇല്ല, ഫുൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ബാറ്ററി നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡീലർഷിപ്പുകൾക്ക് എങ്ങും തന്നെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യിച്ചാൽ ഈ ബാറ്ററി അഴിച്ചിട്ട് ടാറ്റ മോട്ടോഴ്സിന് അയക്കും. ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ആ ബാറ്ററി അവർ റീപ്ലേസ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. മോട്ടറും ഇതുപോലെ തന്നെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വെഹിക്കിളിന് വാറണ്ടി ഉണ്ടാവും. അതായത് ഇതല്ലാതെയുള്ള കൺസ്യൂമബിൾ അല്ലാത്ത പാർട്സ് ഉണ്ടാവും.
അപ്പോൾ അവയ്ക്ക് നമുക്ക് അതായത് തേയ്മാനം വരുന്ന പാർട്സിന് വാറണ്ടി കിട്ടാറില്ല. അതിപ്പം തേയ്മാനം വരുന്ന പറയാൻ നമ്മുടെ സാധനം ക്ലച്ച് ഇല്ല, പിന്നെ ടയർ വരത്തില്ല, ബ്രേക്ക് പാഡ് വരത്തില്ല, പിന്നെ അങ്ങനെ ഓയിൽ ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല. അല്ലാതുള്ള പാർട്സ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂളിംഗ് സിസ്റ്റം നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയിൽ കിട്ടും. അതിനകത്ത് റേഡിയേറ്റർ വരും, കൂളൻ്റ് പമ്പ് വരും, പിന്നെ മെയിൻ ബാറ്ററിയുടെയും ട്രാക്ഷൻ മോട്ടറിൻ്റെയും ആക്സിലറേറ്ററി ടാങ്ക് വരും. പിന്നെ വരുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റം വരും. സ്റ്റിയറിംഗ് സിസ്റ്റത്തിനകത്ത് റാക്ക് ആൻഡ് പിനിയൻ വരും, സ്റ്റിയറിംഗ് ബോക്സ് വരും, കോളം വരും. പിന്നെ വരുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വരും, ഓക്കെ, അതിനകത്ത് കാര്യങ്ങളായിരിക്കും വരിക. പിന്നെ ചാർജിങ് സിസ്റ്റം, അതായത് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ്, പിന്നെ HV ലൈൻ എന്ന് പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ട്, പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് വരുന്നുണ്ട്, DC to DC കൺവേർട്ടർ വരുന്നുണ്ട്, ഓൺ ബോർഡ് ചാർജർ ഉണ്ടാവും. ഇതെല്ലാം ഈ ചാർജിങ് പവർ സിസ്റ്റത്തിനകത്ത് വാറണ്ടിയിൽ കവറേജ് കിട്ടുന്നതാണ്. ബ്രേക്ക് സിസ്റ്റംസ് വരുന്നുണ്ടാവും, സസ്പെൻഷൻ വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ പാർട്സ്, അതായത് വൈപ്പർ, വാഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മോട്ടോർ പാനൽ, അങ്ങനെ കുറെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതെല്ലാം എക്സ്റ്റേണൽ ഡാമേജ് ഇല്ലാത്ത രീതിക്ക് ഈ പറഞ്ഞ ഒരു കാര്യത്തിനും എക്സ്റ്റേണൽ ഡാമേജ് ആണെങ്കിൽ കിട്ടത്തില്ല. ഓടുന്നതിനനുസരിച്ച് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ഡാമേജുകൾ വരുമെങ്കിൽ അത് ഇൻഷുറൻസിലായിരിക്കും കൂടുതലും വരുന്നത്, കവർ ചെയ്യുന്നത്. കാരണം ഇൻഷുറൻസ് ഈ പല കസ്റ്റമേഴ്സിനും ചിലപ്പോൾ തെറ്റിദ്ധാരണ വരുന്ന കാര്യമാണ് ഈ ഇൻഷുറൻസും വാറണ്ടിയും. ഇത് പലരും നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട്, എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ അപ്പോൾ എനിക്കത് മാറി തരുന്നില്ല, അല്ലെങ്കിൽ പലരും പറയും എൻ്റെ വണ്ടിക്ക് വാറണ്ടി ഉണ്ടല്ലോ അപ്പോൾ അത് തരുന്നില്ല. ഇപ്പോൾ ഇൻഷുറൻസും വാറണ്ടിയും രണ്ടാണ്. പലർക്കും ആ ഒരു കാര്യം സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും പലര് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വിളിച്ച് നമ്മളെ അടുത്ത് കംപ്ലൈൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബഹളം വെക്കാറൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിക്ക് ഇത്ര നാൾ നിങ്ങൾ വാറണ്ടി തന്നു, എന്തുകൊണ്ട് ഈ സാധനം മാറി തന്നില്ല? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, വാറണ്ടി എന്ന് പറയുമ്പോൾ അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. വാറണ്ടിയിൽ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് ടാറ്റ മോട്ടോഴ്സ് തരും തരിക. അപ്പോൾ വണ്ടി തട്ടിയിട്ട് എന്തെങ്കിലും പാർട്സിന് ഡാമേജ് പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ട് ഇൻഷുറൻസിൽ നിന്നായിരിക്കും പൈസ കിട്ടുക. വണ്ടിയുടെ അല്ലാതുള്ള ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫോൾട്ട് മുതൽ എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ നമുക്കത് വാറണ്ടിയിൽ മാറാം. പിന്നെ ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിൽ നമുക്കിപ്പം ഒരു ഇലൂമിനേറ്റഡ് ടൈപ്പാണ് നമുക്ക് സ്റ്റിയറിംഗ് വീലല്ല ടാറ്റയുടെ ലോഗോ വരുന്നത്. ഇതിപ്പോൾ മിക്കവാറും എനിക്കൊന്ന് ലോഗോ ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ കാണുമായിരിക്കും. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് മാറ്റാനുള്ള പരിപാടിയാണ്. സോഫ്റ്റ്വെയർ ത്രൂ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഏതായാലും ഇത് സ്വിച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല, ടച്ചോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം സ്വിച്ചസ് ആണ്. ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാൻഡ് വരുന്ന പോർഷനാണ്. അപ്പോൾ നമ്മൾ കൈ തട്ടിയിട്ട് സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഡ്രൈവർക്ക് കൈയെത്തുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഗ്രിപ്പ് ആണെങ്കിൽ പോലും കറക്റ്റ് നമ്മുടെ കൈ എത്തുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ തന്നെ ആയിരിക്കും എല്ലാം കൈ എത്തുന്ന ദൂരത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാഡൽ ഷിഫ്റ്റിന്റെ കേസും കൂടെ ഒന്ന് പറഞ്ഞു പോയി. കാരണം സാധാരണ നമുക്കൊരു ഗിയർ വാഹനത്തിലാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് നമുക്കറിയാം. പക്ഷേ ഇതിലൊരു ഗിയർ ഇല്ലാത്ത വാഹനമാണ്. ഒരു 1 സ്പീഡ് മോട്ടർ അല്ലെങ്കിൽ ഒരു 1 ഗിയർ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഗിയർ ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, ഒരു ഗിയർ ഒറ്റ സിസ്റ്റം. കാരണം മോട്ടറാണ് അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്? ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഈ ഇലക്ട്രിക് വെഹിക്കിളിന് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ഇതിൻ്റെ റീജനറേഷൻ്റെ ലെവൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് ഗിയർ അല്ല വരുന്നത്, ഇത് റീജനറേഷൻ്റെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസും മൈനസും ഉണ്ടാവും. റൈറ്റ് സൈഡിൽ വരുന്ന പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ പ്ലസ് ഇടുമ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വരെ, അങ്ങനെ 3 ലെവൽസ്, അത് മൊത്തം 4 ലെവൽസ് വരുന്നുണ്ട്. ലെവൽ 0 വരുന്നുണ്ട്, ലെവൽ 1, 2, 3, ഇങ്ങനെ 4 ലെവൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈനസും വരുന്നുണ്ട്, ലെവൽ കുറയ്ക്കാനുണ്ട്. ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പലരും പറയാനുണ്ട് കമ്പനി പറയുന്ന റേഞ്ച് കിട്ടാറില്ല എന്നുള്ളത്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിച്ചു പറയും, എൻ്റെ ഫ്രണ്ട് ഒരു വണ്ടി എടുത്തു, അദ്ദേഹത്തിന് റേഞ്ച് ഒട്ടും കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന റേഞ്ച് കിട്ടാറുണ്ടോ? അത് ശരിക്കും അദ്ദേഹം ഓടിക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് മാറ്റമുണ്ട്. നമ്മളിത് ലെവലുകൾ ഈ ആദ്യകാലത്ത് ഈ നമ്മുടെ കൺസൾട്ടന്റുമാർക്കോ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്തൊന്നും ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ പലരോടും പറഞ്ഞിരുന്നത് നിങ്ങളങ്ങ് ഓടിച്ചുകൊണ്ട് പോയാൽ മതി, നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി തന്നെ റേഞ്ച് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ
പിന്നീടാണ് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസുകൾ അവർ കണ്ടെത്തിയത്. കാരണം റീജനറേഷൻ അനുസരിച്ചായിരിക്കും ഈ വണ്ടിയുടെ റേഞ്ച് മാറ്റം വരുന്നത്. നമ്മൾ ഓരോ ടെറൈനിലും നമ്മൾ റീജനറേഷൻ യൂസ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ടൗണിൽ കോട്ടയം ഇപ്പോൾ നമ്മൾ ഏത് സിറ്റിക്കുള്ളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് കൂടുതൽ ട്രാഫിക്കുകൾ വരുന്ന സാഹചര്യമാണെങ്കിൽ ലെവൽ 3-ലോ ലെവൽ 2-ലോ ഇട്ട് പോവാം. ആ സമയത്ത് എന്താ നമുക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് എന്ന് പറയും. അതായത് നമുക്ക് ആക്സിലേറ്റർ മാത്രം നോക്കിയാൽ മതി, ബ്രേക്ക് ചവിട്ടാതെ തന്നെ വണ്ടി ഫ്രീ. നമ്മൾ ഒരു ആക്സിലേറ്റർ കൊടുത്തിട്ട് കാലെടുത്തിട്ട് ഒരു ബ്രേക്ക് ചവിട്ടേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അങ്ങ് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ മതി. വണ്ടി ഓട്ടോമാറ്റിക് തന്നെ ഒരു ബ്രേക്ക് അപ്ലൈഡ് ആയിട്ട് വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ആവും. പിന്നീട് ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് പോകാം. അപ്പോൾ ഈ ആക്സിലേറ്റർ കൊടുക്കാതിരിക്കുമ്പോൾ ഈ മോട്ടർ തിരിച്ച് ഡൈനാമോട്ട് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു എനർജി സേവിങ്സ് വരുന്നുണ്ടാവും. അത് പിന്നീട് ലെവൽ 2 ആണെങ്കിൽ ആദ്യത്തെ ഒരു ഫ്രിക്ഷനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിരിക്കും, കുറവായിരിക്കും. അതായത് നമ്മൾ ആക്സിലേറ്റർ എടുത്താലും പെട്ടെന്നൊരു സഡൻ ബ്രേക്കിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വണ്ടി ആ ഒരു ഇതുവരെ ലെവൽ ഇങ്ങനെ കുറച്ച് വരാൻ പറ്റും. ലെവൽ 0 ഇടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ വണ്ടി അങ്ങ് പോകും, സാധാരണ ഒരു വെഹിക്കിൾ പോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈവേസിലൊക്കെ പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഹൈവേയിൽ ഓടിക്കുമ്പോൾ റേഞ്ച് കുറവാണ്, സിറ്റിയിൽ ഓടിക്കുമ്പോഴാണ് റേഞ്ച് കൂടുതൽ ഇടുക. പലരും അത് ശരിക്കും ആദ്യകാലത്ത് ഇവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് കൂടുതൽ ചവിട്ടുമ്പോൾ നമുക്ക് എന്താ എനർജി കൂടുതൽ കിട്ടും. പക്ഷേ അത് ശരിയാണ്. പക്ഷേ ഹൈവേ പോകുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഈ റീജനറേഷൻ ഫുള്ള് കിടക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ആ സ്പീഡിലോട്ട് എടുക്കാനായിട്ട് വീണ്ടും നമ്മൾ എനർജി എടുക്കണം. പിന്നെയും കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ റീജനറേഷൻ സീറോ ആക്കിയിടുക. ഹൈവേ പോകുന്ന സമയത്ത് റീജനറേഷൻ 0 ആക്കിയിടുക. സിറ്റിയിൽ റീജനറേഷൻ ലെവൽ കൂട്ടിയിടുക. ഹൈവേ എന്നല്ല, നമ്മൾ ശരിക്കും ഒരു ട്രാഫിക് ഇല്ലാത്ത റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ റീജനറേഷൻ ഓഫ് ചെയ്തിടുക. പിന്നെ വേറെ ടിപ്പുണ്ട്, ആ സമയത്ത് നമ്മൾ ഈ ക്രൂസ് കൺട്രോളിൽ ഓൺ ആക്കിയിടുക. അപ്പോൾ ഒറ്റ സ്പീഡിൽ തന്നെ വണ്ടിക്ക് ആവശ്യമുള്ള എനർജി മാത്രമേ ആ സമയത്ത് എടുക്കുന്നുള്ളൂ. പിന്നത്തെ വേറെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റീജൻ എന്നുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഡ്രൈവും ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ ഡ്രൈവിൽ ഇങ്ങനെ ഗ്രാഫ് കയറി വരും. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ മാക്സിമം ഈ 1-ലും 2-ലും സെക്കൻഡ് ഗ്രാഫ് വരെ വരുന്ന രീതിയിൽ ത്രോട്ട് കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. അല്ലെങ്കിൽ സിംഗിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സ്പീഡിലാണോ വെഹിക്കിൾ ഓടിക്കുന്നത്, ഇപ്പോൾ ഒരു 50-ലോ 40-ലോ അല്ലെങ്കിൽ 80-ലോ ആണെങ്കിൽ ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പലരും സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യാതെ തന്നെ പോകാൻ പറ്റും. പലരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ പയ്യെ പോയി കഴിഞ്ഞാലാണ് എനർജി കിട്ടുക എന്നുള്ളതാണ്. ഇത് പയ്യെ പോകുക എന്നുള്ളത് ചിന്തിക്കേണ്ട. ഇതിനകത്ത് നമ്മൾ ഏത് സ്പീഡിലാണ് പോകുന്നത് ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ത്രോട്ട് കൊടുത്ത് ഒന്ന് പോവുക. റീജനറേഷൻ ഇടാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, അതായത് ബ്രേക്ക് ചവിട്ടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ പാഡി ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റീജനറേഷൻ ഓൺ ആക്കുക. അതിനുശേഷം റീജനറേഷൻ ഓഫ് ചെയ്യുക. അങ്ങനെയാണ് പോകേണ്ടത്. മുമ്പത്തെ വെഹിക്കിളിന് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിന് സെപ്പറേറ്റ് സ്വിച്ച് ആയിരുന്നു. നമ്മൾ ആ സ്വിച്ച് തപ്പി പിടിച്ച് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് റീജനറേഷൻ ലെവല് 1, 2, 3 മോഡിലുണ്ട്. ആ മോഡ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് സിറ്റീസിലും അതിലേക്ക് ഇങ്ങനെ ഷോർട്ട് ട്രിപ്സ് ഒക്കെ, അതായത് കൂടുതൽ കൺജഷൻ ഉള്ള റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും നല്ലൊരു പോയിന്റാണ്. കാരണം ഞാനും ഒരു സ്ഥലത്ത് ഇതിങ്ങനെ കേട്ടിട്ടില്ല. റീജനറേഷൻ മോഡുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് കിട്ടും, അല്ലെങ്കിൽ ഇത് കിട്ടും എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് സംഭവം എന്നുള്ളത് ശരിക്കും എനിക്ക് പലരും പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസൾട്ടന്മാർ പലർക്കും അറിയില്ല. അവർ പറയാറുള്ളത് ലെവൽ 3 ഇട്ട് കഴിഞ്ഞാൽ സാറിന് കൂടുതൽ റേഞ്ച് കിട്ടും എന്നുള്ളത്. ലെവൽ 3 ഇടുക എന്നുള്ളതല്ല, ആ സാഹചര്യം അനുസരിച്ച് ലെവലിൽ സെറ്റ് ചെയ്യുക കാര്യം. പിന്നത്തെ ഒരു ഇത് വരുന്നത് ഡ്രൈവ് മോഡുകളാണ്. നമുക്ക് 3 ഡ്രൈവ് മോഡുകളാണ് നെക്സോൺ ഇവിക്ക് വരുന്നത്. അതിനകത്ത് സിറ്റി മോഡാണ്. വെഹിക്കിൾ എപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഏത് മോഡിൽ കൊണ്ടുവന്ന് ഓഫ് ചെയ്തിട്ടും എപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാലും നേരെ അത് സിറ്റി മോഡിലായിരിക്കും കിടക്കുക. അതായത് വാഹനം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിറ്റി മോഡിൽ എപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സിറ്റി മോഡിലായിരിക്കും കിടക്കുക. ഇക്കണോമി, സ്പോർട്സ്, ഈ 2 മോഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇടേണ്ടത്. ഈ സിറ്റി ഡ്രൈവിൽ പോകേണ്ട ആവശ്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സിറ്റി മോഡിലോട്ട് മാറി നമ്മൾ ഇക്കണോമി ഇടുമ്പോൾ നമ്മുടെ റേഞ്ച് വ്യത്യാസം വന്നു 61. പിന്നെ ഇപ്പോൾ സ്പോർട്സ് മോഡ് വർക്ക് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വെഹിക്കിളിന് ചാർജ് 25% ഉള്ളൂ. 25%ലാണ് 61 കിലോമീറ്റർ ഓടിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു നോർമലി പല കസ്റ്റമറും കഴിയും
25% എന്ന് പറയുമ്പോൾ ഇത് 400 കിലോമീറ്റർ പറയുന്ന. അപ്പോൾ കണക്ക് നോക്കുമ്പോൾ ഇത് ഒക്കത്തില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിയുടെ മനസ്സിൽ വേറെ ആൾ പറഞ്ഞു കൊടുത്തതാണ്. പുള്ളി തെറ്റായിട്ടാണ് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ കസ്റ്റമറുടെ ചിന്തയിൽ അതാണ് വന്നിരിക്കുന്നത്. ഇതൊരു ശരിക്കും ഒരു കണക്കാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊരു ശരിക്കും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കണക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് അതെങ്ങനെ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ട്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1265 കിലോമീറ്റർ ട്രിപ്പ് ഓടിച്ചിരിക്കുന്നത് 165 kW/h. അതായത് 165 kW/h എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിലോമീറ്റർ, അതായത് 1 കിലോമീറ്ററിൽ നമ്മൾ എടുത്തിരിക്കുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി എടുത്തിരിക്കുന്ന എനർജിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എനർജി യൂസേജ് കൂടുതലാണ്. അല്ല, അതായത് ഞാൻ സംശയം ചോദിച്ചോട്ടെ, 1265 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 165 kW/h ഈ വെഹിക്കിളിന്റെ എനർജി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രത്യാശ ഈ കാൽക്കുലേഷൻ പോകുന്ന വെച്ചാൽ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമ്മൾ 165 ഇത് 40 യൂണിറ്റാണ്. അപ്പോൾ 40 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 4000 kW വരും. അപ്പോൾ 4000 ഇൻറ്റു 10,000 അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെഹിക്കിളിന് ഏകദേശം റേഞ്ച് വരുന്നത് 412 കിലോമീറ്റർ ഓടാൻ. അതായത് ആ രീതിയിൽ ഓടിക്കുന്നുള്ളതുകൊണ്ട് ഏകദേശം 412 കിലോമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് പല ആൾക്കാരും ഇപ്പോൾ ഈ 165 എന്ന് പറയുന്നത് ഇതിലും താത്തിക്കൊണ്ടുവരിക. മാക്സിമം താത്തി കൊണ്ടുവന്നാൽ കൂടുതൽ റേഞ്ചിലോട്ട് കിട്ടും. അത് നമ്മൾ ഓടിക്കുന്ന ആളുടെ ഇതനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇക്കണോമി ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ഇത് എൻ്റയർലി മാറ്റം വരും. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഇക്കോയിൽ ഓടിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഓടിക്കുന്ന ആൾക്കാർ കാണും. പക്ഷെ ഞാൻ ഒരു തവണ ഇക്കോ ഓടിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു വലിയില്ലാത്ത പോലെ ഭയങ്കര ഒരു ചവിട്ടി കഴിഞ്ഞാൽ പയ്യെ വണ്ടി കയറുന്നത്. പക്ഷെ പയ്യെന്ന് ഉദ്ദേശിക്കുന്നത് സാധാ ഒരു വെഹിക്കിളായിട്ട് കമ്പയർ ചെയ്യല്ലേ പറ്റത്തില്ല. കാരണം പലരും അപ്പൊ ഇതിന് പവർ കുറവാന്ന് അങ്ങനെയല്ല ഉദ്ദേശം. ഇത് മൈലേജ് കൂടുതലായിരിക്കും. ഈ വെഹിക്കിളിന്റെ പ്രത്യേകത പെട്രോൾ എഞ്ചിനേക്കാളും പവർ കൂടുതലായിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ. അല്ല, അതിപ്പോൾ ഒബ്വിയസ്ലി എല്ലാം പെട്രോൾ വാഹനവും നല്ല ഡീസൽ വാഹനവും പെട്രോൾ വാഹനത്തിനെ അപേക്ഷിച്ച് എപ്പോഴും ഇലക്ട്രിക്കൽ തന്നെയാണ് പവർ കൂടുതൽ. പവർ വേറൊന്നും കൊണ്ടല്ല, കാരണം ഇനിഷ്യലി പവർ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരു പെട്രോൾ വാഹനം നോക്കുകയാണെങ്കിൽ ആ എഞ്ചിൻ അത്ര ഒന്ന് റവ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ മോട്ടർ കറങ്ങുന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ആ മോട്ടർ വരുന്നുള്ളൂ. ഇത് ശരിക്കും ആ സീറോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിന് കമ്പനി പറയുന്ന പവർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു RPM പറയുന്നുണ്ട്. 1800 മുതൽ 4000 RPM വരെ. ഈ RPMൽ എത്തിയാലുള്ള കമ്പനി വരുന്ന പവറും ടോർക്കും പ്രൊഡ്യൂസ് ആകത്തുള്ളൂ. ഇലക്ട്രിക് വെഹിക്കിളിൽ ശരിക്കും നമുക്ക് ആ സീറോയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്കത് ടോർക്ക് അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ കടന്ന് സ്പിൻ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു സ്പിന്നിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയെ വരാനുള്ള ഇത് വണ്ടി തന്നെ സെൻസ് ചെയ്തിട്ടായിരിക്കും ഇതിന് ട്രാക്ഷനൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി കയറുന്നത്. അതുകൊണ്ടാണ് വണ്ടി പയ്യെ കയറി വരുന്നത്. പക്ഷേ ഈ പയ്യെന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പയ്യെന്നൊരു ഫീൽ ഇല്ല. പയ്യെന്നല്ല, ശരിക്കും അത് ഇൻസ്റ്റന്റ് ആണ്. ഭയങ്കര ഇൻസ്റ്റന്റാണ്. കാരണം എനിക്ക് ആ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വെറുതെ ഓടിച്ചു നോക്കാം. എന്നോട് പറഞ്ഞ സ്പോർട്സ് മോഡ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുമെന്ന്. ഞാൻ വലിയ കാര്യമായിട്ട് നോക്കില്ല. എന്നാലും സ്പോർട്സ് ഇട്ട് ചുമ്മാ ഒന്ന് ആക്സിഡൻറ്റ് കൊടുത്തപ്പോൾ പറക്കുമായിരുന്നു. അതെനിക്ക് ശരിക്കും ഒരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത്രയും പവർ ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ വേരിയൻറ്റ് വന്നപ്പോൾ ടോർക്ക് കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടോർക്ക് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചാൽ 40 യൂണിറ്റിന് മുമ്പ് ഉണ്ടായിരുന്നത് 245 അവരത് കുറച്ചിട്ട് 215 കൊണ്ടുവന്നു. അപ്പോൾ ഇത് രണ്ട് വരുന്നുണ്ട്. അത് 30 യൂണിറ്റിനും 40 യൂണിറ്റിനും ഒരേ ടോർക്ക് തന്നെ ആക്കി. പക്ഷെ അത് മോട്ടോർ പവർ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർ പവർ വരുന്നത് നമുക്ക് 40 യൂണിറ്റ് വരുമ്പോൾ 106.4 കിലോവാട്ട് ആക്കിയിട്ടുണ്ട് മോട്ടോർ വന്നിട്ട്. പിന്നെ 95 കിലോവാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ പെർഡിക് സ്റ്റോക്കിൽ, അതായത് PS-ലെ BHP-യിലും അല്ല കണക്കാക്കുന്നത്, അതിൻ്റെ കിലോവാട്ടിലാണ് കണക്കാക്കുന്നത്. മോട്ടോർ പവർ എന്നുള്ള അത് അങ്ങനെയാണ് കണക്കാക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1500 cc എഞ്ചിൻ്റെ ഒരു പവർ ആയിരിക്കും പ്രൊഡ്യൂസ് കിട്ടുന്നത്. ഒബ്വിയസ്ലി, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു സ്പോർട്സ് മോഡ് എനിക്കത് എപ്പോഴും ഞാൻ എടുത്ത് പറയുന്നത് എനിക്ക് അത്ര ഒരു ഫീൽ കിട്ടിയോണ്ടാണ്. ആരെങ്കിലും ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം ഷുവറായിട്ട്. കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശരിക്കും ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇലക്ട്രിക് വെഹിക്കിൾ എന്താണെന്ന് അറിയത്തില്ലാത്തവരാണ് ശരിക്കും കുറ്റം പറയുന്നത്. കാരണം ഞാൻ ഉൾപ്പെടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കുറ്റം പറയുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറ്റമല്ല, ശരിക്കും അവർക്ക് അറിയില്ല. അപ്പോൾ അവർ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുമോ ആ വണ്ടി ഓടിച്ചാൽ കയറ്റം കയറുമോ അല്ലെങ്കിൽ കയറ്റം വലിക്കുമോ എന്നൊക്കെ. അത്
ഇപ്പോൾ ഇതിന് രണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ പല എൻജിൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബൈക്കുകൾക്ക്, അതായത് മോട്ടോർ ബൈക്കുകൾക്കൊക്കെ വരുന്ന എൻജിൻ എന്ന് പറഞ്ഞാൽ അത് കയറ്റം കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഇലക്ട്രിക് കാറുകൾക്ക് വരുമ്പോൾ അത് വേറെ പവർ വ്യത്യാസം മീൻസ് ഈ പറഞ്ഞ ബാറ്ററിയുടെ വ്യത്യാസം വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ മാറും. അതെ അതെ, ഇത് ശരിക്കും പെർഫോമൻസ് സാധാരണ ഒരു വെഹിക്കിൾ ഓടിച്ച ഒരാൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ മാറത്തില്ല. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ അത് കസ്റ്റമറിന് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണം. ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഓക്കെയാണ്. കാരണം നമ്മൾ കൂടുതൽ കസ്റ്റമറോട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറെ തന്നെ. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, അതായത് ഇപ്പോഴത്തെ ഈ ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഓക്കെ ആയി കഴിഞ്ഞാൽ. അതെ, ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾ കേരളത്തിൽ വന്ന സമയത്ത് ആകെ 1-2 ചാർജ് സ്റ്റേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം അത് ടാറ്റ മോട്ടോഴ്സ് വെഹിക്കിൾ ഇറക്കുമ്പോൾ കേരളത്തിൽ വന്ന സമയത്ത് ആകെ 1-2 സ്ഥലങ്ങളിൽ കൊടുക്കുന്നല്ലാതെ വേറെ എങ്ങും തന്നെയില്ല. ഇത് വിജയിക്കുമെന്ന് പോലും ആർക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ആ കോവിഡ് വന്നു, ആ സമയത്താണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഏറ്റവും കൂടുതൽ പ്രചാരം വന്നത്. അപ്പോൾ നമ്മൾ വെഹിക്കിൾ കൊടുത്ത സമയത്ത് എല്ലായിടത്തും ചാർജ് സ്റ്റേഷൻസ് പയ്യെ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 40 കിലോമീറ്ററിനുള്ളിൽ ചാർജ് സ്റ്റേഷൻസിലുണ്ട്. അത് പോർട്ടബിൾ ചാർജേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചാർജ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പലരും എപ്പോഴും ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് കസ്റ്റമർ നമ്മളോട് വന്നത്, ഇത് എല്ലായിടത്തും ചാർജ് സ്റ്റേഷൻ ഇല്ലല്ലോ, ഞാൻ പിന്നെ ഈ വെഹിക്കിൾ എടുത്ത് എന്ത് ചെയ്യും? അതാണ് എല്ലാവരും ഏറ്റവും ആദ്യമേ വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ പല വീഡിയോസിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, കാരണം ചാർജിങ് സ്റ്റേഷൻസ് ആയി കഴിഞ്ഞാൽ ഈ വാഹനം പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പല ആൾക്കാരും ഈ വണ്ടി എടുക്കാതെ വെയിറ്റ് ചെയ്യുന്ന തന്നെ ഒരു കാരണം ചാർജ് സ്റ്റേഷൻ ഇല്ലല്ലോ എന്നുള്ള. പക്ഷെ ഇതല്ല ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഈ ചാർജ് സ്റ്റേഷൻ യൂസ് ചെയ്യില്ലേ, വീട്ടിൽ തന്നെ ചെയ്യുന്നത്. ശരിക്കും ഈ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് പറയുന്ന പോലെ തന്നെ നമുക്ക് വീടുകളിലാണ്, അതായത് സ്ലോ ചാർജ് ചെയ്യുന്നതാണ് വെഹിക്കിളിന് എപ്പോഴും നല്ലത്. ഫാസ്റ്റ് ചാർജിങ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇനി ശരിക്കും ഞാനിവിടെ 3 കൊല്ലം മുൻപ് നമ്മൾ 3 കൊല്ലമായിട്ട് കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് അവർ യൂസ് ചെയ്യുന്ന വളരെ ചുരുക്കം സാഹചര്യമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇത് ഉപയോഗിക്കാത്ത ഒത്തിരി പേരുണ്ട്. ഒരു 2 കൊല്ലമായിട്ട് വണ്ടി എടുത്തിട്ട് ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ അവർ നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ട്. ഇവർക്ക് ശരിക്കും ചാർജ് സ്റ്റേഷൻ ഇത് പലരും പറയും എൻ്റെ വീടിനടുത്ത് ചാർജ് സ്റ്റേഷൻ ഇല്ല, അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ചാർജ് സ്റ്റേഷൻ നോക്കുകയേ ചെയ്യൽ, കാരണം നമ്മളത് യൂസ് ചെയ്യത്തേ ഇല്ല. നമുക്ക് ട്രിപ്പുകൾ പല സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ കട്ടപ്പന ആ റൂട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കട്ടപ്പനയിലൊന്നും ചാർജ് സ്റ്റേഷൻ ഇല്ല. പക്ഷെ ഇപ്പോൾ കട്ടപ്പന ഒന്ന് പിന്നെ ആ റൂട്ടുകളിൽ 2-3 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. കട്ടപ്പനയിലല്ല, നമുക്കിപ്പോൾ ആ റൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വാഗമൺ പോകുന്ന റൂട്ടിൽ കുട്ടിക്കാനത്ത് വന്നിട്ടുണ്ട്, പിന്നെ മുണ്ടക്കയത്ത് വന്നിട്ടുണ്ട്. എനിക്കൊരു ഒരു ആപ്പ് കൂടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്, എനിക്ക് അറിയത്തില്ല എത്രത്തോളം ശരിയാണ്. കാരണം ഒരു ആപ്പിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ആപ്പുണ്ട്. ഇപ്പോൾ ആപ്പ് പല ചാർജിങ് സ്റ്റേഷൻസുകൾ വരുന്നുണ്ട്. അത് പല റിലാക്സ് വരുന്നുണ്ട്, ഗോയിസി വരുന്നുണ്ട്, അങ്ങനെ പല ചാർജിങ് സ്റ്റേഷൻ ടാറ്റ പവറിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഡിഫറെൻറ്റ് ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് കോമൺ ഒരു പ്ലാറ്റ്ഫോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിനകത്ത് കയറിയിട്ട് ചാർജ് സ്റ്റേഷൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് കറക്റ്റ് സ്ഥലങ്ങൾ കാണിച്ചു തരും. പിന്നെ അതിനകത്തും ചിലത് വർക്കിംഗ് കണ്ടീഷനുള്ളതുണ്ടാവും, വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്തതുണ്ടാവും. അപ്പോൾ അതിന് ഈ മെയിൻ ഏത് കമ്പനിയുടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയറിൻ്റെ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് വിളിച്ച് ചോദിച്ചാൽ അവിടെ പ്രാക്ടിക്കലി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കൺഫേം ചെയ്യും. ഇപ്പോൾ ഒരാൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്കത് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ റിലാക്സിനാണെങ്കിൽ അവർക്ക് കസ്റ്റമർ കെയർ ഉണ്ട്, ഗോയിസിക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ടൈം സ്ലോട്ട് എടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഓപ്ഷൻ ഉണ്ട്, അത് നല്ലൊരു ഇതാണ്. അപ്പം നമുക്ക് ഏകദേശം ഇത്ര സമയത്തിനുള്ളിൽ ഓടിച്ചെല്ലും എന്നറിയാം. നമുക്ക് അപ്പോൾ അവിടെ അത് വർക്കിംഗ് ആണോ, ആരെങ്കിലും സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം. ഇതിനിടയ്ക്ക് ഒരു സംശയം കൂടി, നമ്മളിപ്പോൾ ഒരു ലോങ് പോവാം, ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടിക്കാനം മുണ്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോവാം, ഒരു ലോങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ചാർജ് ഏകദേശം ഒരു 20% ഒക്കെ ആയപ്പോൾ നേരെ കൊണ്ട് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമോ? കാരണം അത്ര ഹീറ്റായിട്ട് ഇരിക്കുന്നുള്ളതുകൊണ്ട്. ഇല്ല, ഈ പലപ്പോഴും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പറ്റുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് നമ്മൾ വിളിക്കും എൻ്റെ വണ്ടിക്ക് ചാർജ് ചെയ്യുന്നില്ല എന്ന് പറയും. അതെന്തുകൊണ്ട് ചില നമ്മൾ ഓടിച്ച് എന്നിരുമ്പോൾ ചിലപ്പോൾ ബാറ്ററി ഹീറ്റ് ആയിരിക്കും.
അപ്പോൾ അവിടുത്തെ ചാർജിങ് ബോക്സിനകത്ത് തന്നെ അത് കാണിക്കും ഹീറ്റാന്നുള്ളത്. അതൊന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കടന്നു അത് ശരിക്കും 2 മിനിറ്റത്തേക്ക് താമസമുള്ളൂ. അതൊന്ന് വണ്ടി ഒന്ന് കുത്തിട്ട് പലപ്പോഴും ചിലർ ഓടിച്ച് ചെന്ന് കഴിയുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത സ്ഥലത്ത് പോകും. എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമുക്ക് ചാർജിങ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുത്തി നോക്കിയിട്ട് അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം അടുത്ത സ്ഥലം നോക്കിയാൽ മതി. കാരണം ഇതൊന്ന് കൂൾ ചെയ്യാനുള്ള ഒരു ടൈം. കാരണം ശരിക്കും ഒരു ബാറ്ററി ഫുൾ ഹീറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് അത് ചാർജ് ആകത്തില്ല. ബാറ്ററിക്കും കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുന്ന ഈ ഒരു പ്രോബ്ലം കൊണ്ട് അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് നമുക്ക് പേയ്മെന്റ് അടയ്ക്കുന്ന ഓപ്ഷൻസ് പല ചാർജിങ് സ്റ്റേഷനിലും അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനകത്ത് വാലറ്റിൽ നമ്മൾ പേയ്മെന്റ് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. പലരും പറയും പ്രായമുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടാന്ന് പറയും. പക്ഷേ വളരെ സിമ്പിളാണ്. ഏതാ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. ആ സ്കാനറിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലേ ആ ആപ്പിലോട്ട് ഡയറക്റ്റ് കയറാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് ഏത് ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൽ വേണ്ടതെന്നുള്ളത്. ആപ്ലിക്കേഷൻ ഇല്ലാത്തവരാണ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം അവർ പിന്നെ ചോദിക്കുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. നമ്മളുടെ ഫോൺ നമ്പർ ചോദിക്കും, ഇമെയിൽ ഐ ഡി ചോദിക്കും, നമ്മുടെ കയ്യിലുള്ളതാണ്. പിന്നെ വെഹിക്കിളിൻ്റെ നമ്പർ, ഒന്നിലും നമുക്ക് വെഹിക്കിളിൻ്റെ ചേസിസ് നമ്പർ അതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ നമ്പർ. ഇപ്പം നമ്മുടെ സ്വന്തം വണ്ടിയല്ല, നമ്മൾ വേറെ ആളുടെ വണ്ടിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോലും ആ കൊണ്ടുപോകുന്ന ആൾക്ക് ഈ വണ്ടിയുടെ നമ്പർ നോക്കിയിട്ട് ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈ ലോഗിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒന്നുമില്ല, ഏതെങ്കിലും നമ്മളൊരു നമ്പർ കൊടുത്താൽ മതിയാവും. അതിനുശേഷം അവിടുത്തെ കൊടുത്തിരുന്ന ഒരു ചാർജിങ് ടൈമിൽ അവരൊരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ആപ്പിനകത്ത് കാണിച്ചിട്ടുണ്ടോ. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലഗ് കണക്ട് ചെയ്യാൻ പറയും. നമ്മുടെ വണ്ടിയിലോട്ട് പ്ലഗ് കണക്ട് ചെയ്യും. ആ ടൈം തൊട്ട് ഇത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. വണ്ടി എടുക്കുന്ന എനർജി എത്രയാന്നുള്ളത്, എടുത്ത എനർജിയുടെ മാത്രമേ ഉള്ളൂ പേയ്മെന്റ് അതിൽ നിന്ന് കട്ടാവുള്ളൂ. സാധാരണ എന്നാലും ഒരു ഏകദേശം എത്ര രൂപ വരെ? അത് പല സ്ഥലത്തും പല റേറ്റ് ആണ്. യൂണിറ്റിലാണ് ഇത് കണക്കാക്കുക. നമ്മൾ ഇപ്പോൾ ഒരു മിക്കയിടത്തും വന്നിരിക്കുന്നത് ഒരു 18 രൂപയും GST ആണ് വരുന്നത് ഒരു യൂണിറ്റിന്. ഈ വെഹിക്കിള് 40 യൂണിറ്റാണ് ഈ വെഹിക്കിളിന്റെ കപ്പാസിറ്റി. അതിൽ കൂടുതൽ എടുക്കത്തില്ല. പിന്നെ വേറെ വരുന്നുണ്ട്, ഈ 40 യൂണിറ്റും നമുക്ക് യൂസ് വരത്തില്ല. ഈ 1 മണിക്കൂറെന്ന് പലരോടും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ 1 മണിക്കൂർ നമ്മൾ എനർജി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നമ്മൾ വെഹിക്കിൾ ഓടിച്ച് ചെല്ലുമ്പോൾ 30% ചാർജ് ഉണ്ടാവും. ബാക്കി 70% ആകാനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അത് അധികം സമയമൊന്നും വരത്തില്ല. ഒരു 3/4 മണിക്കൂറിൻ്റെ ഒക്കെ ആവശ്യമേ വരത്തുള്ളൂ. പിന്നെ പലപ്പോഴും ഒരു 95% ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് വെഹിക്കിൾ ചാർജ് ചെയ്യേണ്ട രീതികൾ പറയുന്നത് 30-നും 50-നും ഇടയ്ക്ക് ചാർജ് ചെയ്യുന്നതാണ് വണ്ടിയുടെ വെഹിക്കിളിൻ്റെ ഹെൽത്തിന് നല്ലത്. 30-നും 50-നും ഇടയ്ക്ക്, അതായത് ഒരു 20-ക്കൊന്നും താഴോട്ട് പോകല്ല, 30. അതെ, 30-നും 50-നും ഇടയ്ക്ക് ചാർജ് ചെയ്യുന്നതാണ് വെഹിക്കിളിന് നല്ലത്. പിന്നെ 100% കംപ്ലീറ്റ് ആയിട്ട് ഊരാൻ വേണ്ടി നോക്കുക. ലൈഫ് കൂടുതലുണ്ടാവും. ഫോണിനകത്ത് എല്ലാ ഫോണിനും പറയാറുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ വരുന്നത് ഇതിനകത്തൊരു വേറെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% താഴെ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നോർമൽ ചാർജിങ് പറ്റത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ വീടുകൾക്ക് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാണത്തില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അത് വിളിച്ചു കഴിഞ്ഞാൽ അവർ RSA വന്ന് ടോ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. ഇത് നമുക്ക് ടോയിങ് ഫെസിലിറ്റി ഉള്ളതാണ്. അത് വണ്ടിയുടെ വാറണ്ടിയുടെ കൂടെ തന്നെ നമുക്ക് RSA നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ വാറണ്ടി ഈ തീരുന്ന സമയത്ത് RSA നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ സംശയം ചോദിക്കട്ടെ, ഒരു 10% കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തല്ല ജസ്റ്റ് ഓൺ ചെയ്തിട്ട് AC ഒക്കെ ഇട്ടിരിക്കാൻ പറ്റുമോ? അതോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം നിന്നു, മുമ്പത്തേക്കാൾ എനർജി ഒന്നും എടുത്തിട്ടില്ല. എനർജി ഒരു നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടിരിക്കുക. 1% നമുക്ക് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. അതും നമ്മൾ ഈ എനർജി എടുക്കുന്ന വളരെ ചുരുക്കമായിരിക്കും. ഈ സമയത്ത് ആ പെട്രോൾ എഞ്ചിനോ അല്ലെ ഡീസൽ എഞ്ചിനോ നല്ലൊരു കത്തിയേനെ. പിന്നെ ഇതിൻ്റെ വെഹിക്കിളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കൊരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. ആ ആപ്ലിക്കേഷനകത്ത് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. അത് രജിസ്റ്റേർഡ് ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ തന്നെ മൊബൈലിൽ അത് വെഹിക്കിൾ എത്ര കിലോമീറ്റർ ഓടി, വെഹിക്കിളിനകത്ത് എത്ര % ചാർജ് ഉണ്ട്, വേണമെങ്കിൽ വണ്ടി ഓൺ ആകുന്നതിന് മുന്നേ തന്നെ വെളിയിൽ നിന്ന് തന്നെ അതിൻ്റെ ഫാൻ ഓൺ ആക്കിയിടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സെൻട്രൽ ലോക്ക് അഴിച്ചിടാം.
പിന്നെ AC ഓൺ ആക്കിയിടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിടാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് വന്നിരുന്ന നെക്സോൺ EVക്ക് നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ AC ഇടാനോ വേറൊന്നിനും ഓപ്ഷൻ ഇല്ലായിരുന്നു, വണ്ടി ഓൺ ആക്കാനേ പറ്റില്ല. ഈ ഒരു വെഹിക്കിൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെഹിക്കിൾ ഓൺ ആക്കിയിടാം. വെച്ചാൽ AC ഓൺ ആക്കണം. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചാർജ് സ്റ്റേഷൻസുകൾ വരുന്നത് ഷെയ്ഡൊന്നും കാണത്തില്ല, ഇതുപോലെ വെയിലുള്ള സ്ഥലത്തായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ വെയിൽ കൊണ്ട് ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ മോഡൽ വന്നപ്പോൾ അതൊരു ഫീച്ചറായിട്ട്. പിന്നെ വേറൊരു നല്ലൊരു ഫീച്ചറാണ് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ വെഹിക്കിളിൽ നിന്ന് നമുക്ക് ചാർജ് കുറവുള്ള ഒരു വെഹിക്കിളിലോട്ട് വേണമെങ്കിൽ ചാർജ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു പവർ ബാങ്ക് ആയിട്ടോ, അതായത് വേറൊരു എന്തെങ്കിലും മെഷീൻസ് നമുക്ക് ചെറിയ രീതിയിൽ പ്രവർത്തിക്കണം. നമ്മളിപ്പോൾ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോവാം, ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ കറണ്ടിൻ്റെ ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അതിനുള്ളൊരു ഓപ്ഷനും കൊടുക്കണം. അതിന് ഈ ഡയറക്റ്റ് ഇതിൽ നിന്ന് പറ്റില്ല, നമുക്ക് അതിനൊരു അഡീഷണൽ കേബിൾ നമുക്ക് കമ്പനി മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഫസ്റ്റ് ടൈം അത് കേൾക്കുന്നത് കേട്ടോ. ഒരു ഇങ്ങനത്തെ യൂട്ടിലൈസ് അത് മുമ്പ് നമുക്കത് പറ്റത്തില്ലായിരുന്നു. ഈ പുതിയൊരു മോഡൽ വന്നപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെഹിക്കിൾ ടു ലോഡും ഉണ്ടാവും, വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള. വെഹിക്കിൾ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ വാഹനം ഓടുന്ന അത് പലപ്പോഴും വണ്ടി റോഡിൽ പെട്ട് കിടക്കുവാണെങ്കിൽ ഇതുപോലെ മുമ്പ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 5%, പക്ഷെ 5% താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണം. മിക്കവാറും ചില എടുത്തു വരാറുണ്ട്. പക്ഷെ എങ്കിലും ഒരു സാഹചര്യത്തിൽ അതിലും താഴെയാണെങ്കിൽ മാത്രമേ എടുക്കാതെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായി. ടോ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ RSA വിളിച്ച് അവർ വന്ന് കൊണ്ടുവരേണ്ടി വരും. പിന്നെ വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് അതിനൊരു എനർജി പറയുന്നുണ്ട്. ഈ 60% താഴത്തോട്ടാണെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കൊടുക്കുന്ന ഡോണർക്ക് അതിൽ കൂടുതൽ ചാർജ് വേണം. പിന്നെ അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് വരുന്നുണ്ട്. പിന്നെ RK.EVയുടെ കാര്യം ഞാൻ സംസാരിച്ചു. പിന്നെ AC ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഒറ്റ ലൈനിൽ തന്നെ പോർഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്, അതും അടിപൊളി. പിന്നെ സ്പീക്കേഴ്സ് എനിക്ക് 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. JBLന്റെ 8 സ്പീക്കേഴ്സും ഒരു സബും ടോപ്പ് ആൻഡ് ഓപ്ഷനും വരുന്നുണ്ട്. 9 സ്പീക്കേഴ്സ് സബ് വൂഫറുകൾ. പിന്നെ JBL മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ കുറച്ച് മോഡുകൾ വരുന്നുണ്ട്. ഇത് നല്ലൊരു ഫീച്ചറാണ്. കാരണം പണ്ട് നമ്മൾ തന്നെ ഓരോരോ ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് സൗണ്ട് കേൾക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അത് ടാറ്റ മോട്ടോഴ്സ് തന്നെ ആ ഒരു കാലിബ്രേ ചെയ്തിട്ടാണ് വരുന്നത്. അതല്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് നമുക്ക് ഈ ഹാർമണിൻ്റെ സെറ്റിൻ്റെ ഗുണം എന്ന് വെച്ചാൽ JBLന്റെ സ്പീക്കേഴ്സ് വരുമ്പോൾ നമുക്ക് ചെവിക്ക് അധികം പ്രശ്നങ്ങൾ വരാത്ത നല്ല ക്ലിയർ സൗണ്ട് ആയിരിക്കും. ഇതാ നമ്മൾ പറഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എയർ ബാഗിൻ്റെ മോഡ്. ഇതിൽ നമുക്ക് കീ യൂസ് ചെയ്ത് ഓഫും ഓണും ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ അലോയ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു മെറ്റീരിയൽ കാണാം. പക്ഷേ ശരിക്കും ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലേ? ഇത് ഇതിൻ്റെ കവറിങ് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ വെഹിക്കിളിനും കവറിങ്ങോട് കൂടെ വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേറെ ഡിസൈനിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസൈനിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് ഊരി മാറ്റാവുന്ന ടൈപ്പിലാണ് വരുന്നത്. ഇത് അഴിച്ചിട്ട് ഇതിനുള്ളിൽ ഒരു ക്ലിപ്പുണ്ട്, ക്ലിപ്പ് ഊരി വിട്ടാൽ മതിയാവും. അത് നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. പലപ്പോഴും അലോയ്സുകൾ നമുക്ക് പല പാറ്റേണാണ്. അപ്പം കമ്പനി കൊടുക്കുന്ന പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് വേറെ പാറ്റേണിലോട്ട് മാറ്റാൻ പറ്റും. സ്വിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരെണ്ണം മാത്രം വരുന്നുള്ളൂ. അതായത് ഡ്രൈവർ സൈഡിൽ മാത്രം നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുള്ളൂ. പിന്നെ ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ. പിന്നെ കോ ഡ്രൈവർ സൈഡിൻ്റെ അവിടെയോ ഡിക്കിയിലോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. എയർ ബാഗിൻ്റെ പ്രൊവിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും സീറ്റിൻ്റെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അടിപൊളിയാണ്. ഇനി നമുക്ക് ഏതായാലും ഫുഡും കൂടെ തുറന്ന് നോക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് തുറക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ബാഡ്ജിങ്, ഒരു EV. ഇവിടെ ഏതായാലും ബോക്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്കൊന്ന് 5 തൊട്ടാന്ന് തോന്നുന്നു ബോക്സ് വരുന്നുള്ളൂ, അല്ലാത്ത വാഹനത്തിന് ബോക്സ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് വന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും ഹീറ്റായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. എഞ്ചിൻ്റെ ഹീറ്റ് ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ കൂളിംഗ് ഫെസിലിറ്റീസും അതിൻ്റെ ഒരു DC കൺവേർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്, അതിൻ്റെ എല്ലാം വർക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. ഇതാണ് നമുക്ക് 2 കൂളൻ്റ് വരുന്നത്. ഓക്കെ, ഇത് ബാറ്ററിക്കും മോട്ടറിനും കൂളൻ്റുകൾ ഇവിടെ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതാണ് ലോ വോൾട്ടേജ് ബാറ്ററി വരുന്നത്. ഇത് മെയിനായിട്ട് വണ്ടി വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. വണ്ടി ഓടാൻ ഉപയോഗിക്കുന്ന ബാറ്ററി ഇതിൻ്റെ അടിയിൽ ആ ഒരു കേസ് നമ്മൾ പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്കിൽ ഇരിക്കുന്ന ഒരു പോർഷൻ മാത്രം ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പൊതുവെ എല്ലാവരും പറയാറുണ്ടെന്ന് തോന്നുന്നു. അത് 40 യൂണിറ്റ്
വെഹിക്കിളിനകത്ത് ബാറ്ററി പാക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും. യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്ലാറ്റ്ഫോം കുറച്ച് ഉയർന്നാണ് വരുന്നത്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ മുട്ടിച്ചിട്ട് പൊങ്ങിയേ നിൽക്കത്തുള്ളൂ. തൈ സപ്പോർട്ട് നമുക്ക് അത്ര ഇതായിട്ട് ഫീൽ ചെയ്തില്ല. സീറ്റിൽ തൈ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു തൈ സപ്പോർട്ട് ഫീൽ ചെയ്തില്ല. ശരിയാണ്. പിന്നെ ഇതിനകത്ത് 70 മാറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെതായ ഒരു കുറവുണ്ട്. ഓക്കെ 70 മാറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ പൊങ്ങിയാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ പൊങ്ങിയിരിക്കുന്നത്. 30 യൂണിറ്റ് ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല. കാരണം അത് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിലും വ്യത്യാസം വരുന്നുണ്ടാവും. ഇപ്പോൾ 30 യൂണിറ്റ് ബാറ്ററിയിലാണെങ്കിൽ നമുക്ക് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 205 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ 190 ആയിരിക്കും വരിക. 190. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നെയും കുറഞ്ഞു. നമുക്കൊന്ന് നോക്കിയേക്കാം. താഴെ നമുക്ക് ബാറ്ററി പാക്കിൻ്റെ ഒരു പോർഷനും കാണാൻ സാധിക്കും. താഴത്തെ തന്നെ കേബിൾസ് പോകുന്നത് കൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേബിൾ എന്തെങ്കിലും രീതിക്ക് ഇപ്പം ഞാനൊരു സംശയം ചോദിക്കുക. കാരണം നമ്മൾ ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിക്ക് ഇതിൻ്റെ കേബിൾ കട്ടായി, നമ്മളിപ്പോൾ കണ്ടൊരു കേബിൾ കട്ടായി, അങ്ങനെയാണെങ്കിൽ സ്പാർക്ക്, തീ അങ്ങനെ വരില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൻ്റെ DP കട്ട് ഓഫ് ആവും. DP കട്ട് ഓഫ്, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ ബ്രേക്കേഴ്സോ TVs ഒക്കെ അതൊക്കെ ഇതിനകത്തുണ്ട്. കാരണം വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫും ആണ്, ഡസ്റ്റ് പ്രൂഫും ആണെന്ന് ഞാൻ പറയാം. ഓക്കെ. പക്ഷെ ആ കൂടെ തന്നെ ഇതിനകത്ത് ഈ വയറിങ്ങിന് ഒരു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DBs ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ DP കട്ട് ഓഫ് ആവും. അതുകൊണ്ടാണ് പല വണ്ടികളും വണ്ടി വഴി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാറുള്ളത്. ചിലപ്പോൾ അവർ അടി തട്ടിയിട്ടുണ്ടാവും. അവർ പക്ഷെ നമ്മളോട് പറയത്തില്ല വണ്ടി ഇവിടെ നിന്ന് പോയി സ്റ്റാർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം വരിക. പിന്നെ ഇവിടെ ആദ്യം ഇടയ്ക്ക് കുറച്ച് വണ്ടികൾക്ക് ഇവിടെ ഒരു കവറിങ് ഉണ്ടായിരുന്നു. ആ കവറിങ് മിസ്സിങ് ആയിരുന്നു. അപ്പം അത് ഇവിടെ സ്പ്ലാഷ് ചെയ്യുന്ന സ്ഥലമുണ്ട്. വെള്ളം സ്പ്ലാഷ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഷോർട്ടേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കുറച്ച് വണ്ടികൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായിരുന്നു പല വണ്ടികളും വണ്ടി വഴി നിന്ന് പോയെന്നുള്ള കംപ്ലൈൻറ്റ് വന്നത്. പക്ഷെ അത് പിന്നീട് അവരും തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കവറിങ് കൊടുത്തിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും വണ്ടികളിൽ ചില ചാർജ് സ്റ്റേഷൻസിൽ ചെല്ലുമ്പോൾ അവരുടെ പ്ലഗിൻ്റെ എർത്തിങ് ഒരു ഫാക്ടറാണ്. എർത്തിങ് കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ DB വർക്ക് ചെയ്യില്ല, DB കട്ട് ഓഫ് ആവും, ഓട്ടോമാറ്റിക് കട്ട് ഓഫ്. അപ്പോൾ കസ്റ്റമർക്ക് അതൊരു പണിയാവും. കാരണം ഇവർക്ക് ഇത് കസ്റ്റമർക്ക് തന്നെ ഓൺ ചെയ്യാൻ പറ്റുമോ അതോ? ഇല്ല, അത് ശരി സർവീസ് സെന്ററിൽ കൊണ്ടുവരണം. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ എർത്തിങ് നല്ല രീതിയിൽ പ്രോപ്പർ അല്ലെങ്കിൽ ചാർജ് കയറത്തില്ല. അപ്പോൾ ഗണ്ണിനകത്ത് അത് കാണിക്കുന്നുണ്ട്, ഇൻഡിക്കേഷൻ വരുന്നുണ്ടാവും ചാർജ് കയറുന്നില്ല എന്നുള്ളത്. പിന്നെ ചില സ്ഥലത്ത് ഇത് ഊരി വരാത്ത സാഹചര്യമുണ്ടോ. കാരണം ഇത് ഇതിൻ്റെ ചാർജർ വന്നിട്ട് അത്രയും വെയിറ്റ് ഉള്ളതാണ്. അപ്പം ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിനകത്ത് പ്ലഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ആക്ച്വേറ്റർ ലോക്കിംഗ് വരുന്നുണ്ട്. അപ്പം അത് ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഓഫ് ചെയ്തതിനായിട്ട് ഇവിടെ ഒരു ഇജക്ഷൻ ബട്ടൺ ഉണ്ട്. ആ ഇജക്ഷൻ ബട്ടൺ ഞെക്കിയിട്ട് വേണം ഗണ്ണ് വലിച്ചു വരാനായിട്ട്. അല്ലാതെ ഊരാൻ പാടില്ല. അങ്ങനെ വലിച്ചു വരികഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വേറ്റർ കംപ്ലൈൻ്റ് ആവും. ആക്ച്വേറ്റർ ഒത്തിരി വണ്ടികൾക്ക് നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട്. അത് വാറണ്ടിയിലാണ് നോക്കാതെ ജസ്റ്റ് വലിച്ചിരുന്നത്. പക്ഷെ വാറണ്ടിയിൽ നമ്മളത് മാറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് പേയ്മെന്റ് ഒന്നും വരുന്നതല്ല. എന്നാലും അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. എപ്പോഴും ഇതിനകത്ത് നമുക്ക് അവിടെ ഒരു ഇജക്ഷൻ ബട്ടൺ ഉണ്ട്, അത് ശ്രദ്ധിക്കാനാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് പോലും ഇതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഏറ്റവും കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ. അത്യാവശ്യമുള്ളത് മുഴുവൻ തീർന്നിട്ടില്ല. ഇനി ഓരോന്ന് ഇങ്ങനെ നമ്മൾ ചോദിച്ചു പറഞ്ഞു വരികയാണ്. ഏതായാലും നിങ്ങൾക്കിത് കണ്ടിട്ട് ഇതിനകത്തുള്ള സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കണം. ഞാൻ ഉറപ്പായിട്ടും അത് നമ്മുടെ അനീഷിനോട് തന്നെ കൺഫേം ആക്കിയിട്ട്, കാരണം ഞാനും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു IC എഞ്ചിനൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു EVയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മാറി. എന്നാലും കുറച്ചുകൂടെ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഓർത്തിട്ടുള്ളതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ വൈസ് എല്ലാം ഞാൻ പക്ക ഹാപ്പിയാണ്. എനിക്ക് 2 വാക്ക് അനീഷിൻ്റെ കൂടെ എങ്ങനെയുണ്ട് അത് അനീഷിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു EV എടുക്കുന്നതാണോ അതൊരു സാധാരണ ഒരു എഞ്ചിൻ ഒരു IC എഞ്ചിൻ എടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ക്വസ്റ്റ്യാണ്. ഈ പലരും ചാടി കയറി EV എടുക്കുന്നവരുണ്ട്. അതെ, ഇപ്പോൾ എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കൊരു EV എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ സെലിയോയുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഈ സെലിയോ ഒന്ന് മാറ്റി വെച്ചും ഈ ഒരു EV എടുത്താൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത്രയും കേട്ടപ്പോൾ. ശരിക്കും നമ്മുടെ യൂസേജ് അനുസരിച്ചാണ് നമ്മൾ വണ്ടികൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ. കാരണം ഇപ്പോൾ ഓട്ടോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് EV എടുത്തു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും, നഷ്ടക്കളിയാണ്. കാരണം വെച്ചാൽ സാധാരണ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വെഹിക്കിളിനെക്കാട്ടിലും ഇതിൽ 2 ഓട്ടോമാറ്റിക്കാണ് EV വരുന്നത്, മാനുവൽ ഗിയർ ബോക്സ് വരുന്നില്ല. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും
EV ആയിട്ട് ഏകദേശം 4 ലക്ഷം രൂപയുടെ വില വ്യത്യാസം വരും. ഏറ്റവും കുറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഈ 4 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മളത് ഓടിച്ച് മുതലാക്കാം. ഇപ്പോൾ ഒരു ഓട്ടോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം മേടിച്ച് EV മേടിച്ചിട്ട് ചുമ്മാ വീട്ടിലിടാനാണെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളത്തില്ല. അദ്ദേഹത്തിന് അതിൻ്റെ യൂസേജ് വരുന്നില്ല. ഓട്ടോ ഉണ്ടോ, പിന്നെ ഓട്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ ഓടുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഒരു ഏകദേശം 1/2 മണിക്കൂർ ഈ വാഹനത്തിനകത്ത് ഇരുന്നിട്ട് 1% തോന്നുന്നു ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞത്. അത് AC ഇട്ട് ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് എടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. പിന്നെ എനിക്കൊരു സംശയം കൂടി ഇതിനകത്തുണ്ടായിരുന്നു, വന്നപ്പോൾ തൊട്ടൊരു സംശയം. അതായത് ഈ ഒരു വാഹനം എടുത്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞത് ഓട്ടോ ഇല്ലാത്തൊരു വ്യക്തി എടുത്തെന്ന് വെക്കുക. അതായത് ഒരാൾ ഇത് മേടിച്ചു, ഗൾഫിലോട്ട് പോവുകയാണ്, ഏകദേശം ഒരു വർഷത്തോളം ഈ വാഹനം ഇവിടെ വെറുതെ കിടക്കും, ചാർജ് ചെയ്യാനൊന്നും ആളില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതിനകത്ത് ഈ പ്രൈമറി ബാറ്ററി ഉണ്ടാവും, അതായത് വണ്ടി ചാർജ് ചെയ്യാനുള്ള ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഊരിയിടുക. ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഈ വെഹിക്കിള് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴും ഇതിൻ്റെ ബാറ്ററിയിൽ നിന്നുള്ള എനർജി എടുക്കുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാറ്ററി ഈ വെഹിക്കിളിൻ്റെ സെൻസേഴ്സ് എല്ലാ സമയത്ത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം ബാറ്ററിയിലെ എനർജി എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വണ്ടി 100% ചാർജ് ചെയ്തിടുക, ഫുൾ ചാർജ് ചെയ്തിടുക. അതിനുശേഷം ഈ നെഗറ്റീവ് ടെർമിനൽ ഊരിയിടുക. അപ്പോൾ നമുക്ക് എനർജി അത്രയും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബാറ്ററിക്കും നല്ലതാണ്, വണ്ടിയുടെ ഹെൽത്തിനും നല്ലതാണ്. ഓക്കെ. അപ്പോൾ അതേതായാലും നല്ലൊരു പോയിന്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സംശയം ആർക്കും വരാം. കാരണം ഞാനിപ്പോൾ ഒരു വാഹനം എടുത്ത് എനിക്ക് പെട്ടെന്ന് ഗൾഫിൽ പോകാൻ അവസരം കിട്ടി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഈ ഒരു വാഹനം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഇതുപോലെ നെഗറ്റീവ് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, വീട്ടിൽ വേറെ ആരും ഓടിക്കാനില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിടുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ വരത്തില്ല. പിന്നെ എന്നെ ഈ ബാറ്ററി ഫുള്ളായിട്ട് അത് ഡ്രെയിൻ ആകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ ആവും. കാരണം പക്ഷേ അത് എടുക്കുന്ന അളവ് വളരെ കുറവ്. കാരണം ഈ 100% ആയ സ്ഥിതിക്ക് ഒരു ദിവസം ഒരു 0.5% വെച്ച് അത്രയൊന്നുമില്ല. അത് ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ ശേഷം 2-3% ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇട്ടേച്ചും പോകും എന്ന് പറഞ്ഞിട്ട് ആരും ഇട്ടേച്ചും പോകില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടയറിന് കംപ്ലൈൻറ്റ് വരും, അത് ഇടയ്ക്കൊക്കെ നമ്മൾ വന്ന് വണ്ടി ആരെക്കൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞാൽ എലിയാണ്. എലിയൊരു വില്ലനാണ്. എലി, പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. വണ്ടി നമ്മൾ ചുമ്മാ നിർത്തിയിടാണെങ്കിൽ പോലും ആരെക്കൊണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് മുന്നിലോട്ടൊന്ന് ഓടിപ്പിക്കുന്ന ബ്രേക്കിന്റെ കാര്യമാണെങ്കിൽ പോലും സ്റ്റക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. മാക്സിമം ഈ ഇടയ്ക്കൊന്ന് ആരെ കൊണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഈ അറിയാവുന്ന പോലെ ഇതിനകത്തൊരു എഞ്ചിൻ എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നില്ല. ഈ പറയുന്ന കൺവേർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലാണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക്കൽ സെക്ഷനിലോട്ട് കറണ്ട് ചെല്ലാതെ വരുമോ അല്ലെങ്കിൽ യൂസ് ചെയ്യാതൊക്കെ ഇരുന്ന് പോകുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഓരോ ഇലക്ട്രിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഒരു TV, VCR അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് യൂസ് ചെയ്യാതെ ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഇതെല്ലാം കേടായി പോകും. അങ്ങനെ കേടാനുള്ള ചാൻസസ് കൂടുതലാണ് ഓടാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതും ഒരു വലിയ ഇഷ്യൂ ആണ്. ഏതായാലും ഇത്രയും നേരം നമ്മുടെ കൂട്ടത്തിൽ സഹകരിച്ച നമ്മുടെ അനീഷിനോട് ഞാൻ വലിയൊരു നന്ദി പറയുകയാണ്. ഏതായാലും കീപ്പ് ഇൻ ടച്ച്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഉറപ്പായിട്ട് ഞാൻ അനീഷുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നതായിരിക്കും. ടാറ്റയുടെ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനി പുതിയതായിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള വാഹനങ്ങൾ ഏത് വാഹനങ്ങളുടെ റിവ്യൂ വേണമെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ഇടുക. ഉറപ്പായിട്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും. എന്നാലും താങ്ക് യു സോ മച്ച്.